ഈ വിശ്വാസം പരിശോധിക്കപ്പെട്ട് കഴിയുമ്പോൾ അത് ജെന്യുവിൻ ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാമെങ്കിൽ ആ വിശ്വാസം തീർച്ചയായിട്ടും ഫലം പുറപ്പെടുവിക്കും. നമ്മുടെ വിശ്വാസം ശരിയല്ലെങ്കിൽ, ഇപ്പൊ നമ്മൾ ലക്ഷറീസിന് വേണ്ടിയോ അല്ലെങ്കിൽ ഭയങ്കര ലോകത്തിലെ സമ്പത്തിന് വേണ്ടിയോ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. അനുദിന ആഹാരമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മൾ രോഗത്തിൽ നിന്ന് വരുമ്പോൾ സൗഖ്യമാണെങ്കിൽ പോലും, ഇതൊക്കെ ദൈവത്തോട് നമുക്ക് ചോദിക്കുകയും മേടിക്കുകയും ചെയ്യാം. പക്ഷെ രക്ഷാകരമായ വിശ്വാസം എന്ന് പറയുന്നത് ഇതൊന്നും അല്ല എന്നുള്ളതാണ്, ഈ ലോകത്തെ സംബന്ധിക്കുന്നതേ അല്ല എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു മക്കളെ സംബന്ധിച്ച് അവൻ എന്തും പിതാവിനോട് ചോദിക്കാം. പക്ഷെ രക്ഷാകരമായ വിശ്വാസം എന്ന് പറയുന്നത് ചോദിച്ച് കാര്യങ്ങൾ വാങ്ങിക്കുന്നതല്ല, അത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം ആശിക്കുന്നതിൻ്റെ ഉറപ്പുമാണ്. ആ ഒരു ഫെയ്ത്തിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ പ്രോസ്പെരിറ്റി തിയോളജി ഒത്തിരി കൊട്ടാറുണ്ട്. ശരിക്കും അത് വേറൊരു ക്രിസ്തുവാണ് നമുക്കറിയാതെ. ഈ ലോകത്തിന്റെ മഹത്വം നിങ്ങളൊരു പക്ഷെ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഈ ലോകത്തിന്റെ മഹത്വമാണ് അവര് രാജ്യത്വമായിട്ട് ആഘോഷിക്കുന്നത്. പക്ഷെ പണമില്ലാത്ത പാവപ്പെട്ട ദരിദ്രരായ ആളുകൾക്ക് സ്വർഗം എന്ന ഹോപ്പ് കൊടുത്തില്ലെങ്കിൽ പിന്നെ അവർക്ക് ആകെയുള്ള ഹോപ്പ് എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഹോപ്പാണ്. അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിയാണ് പ്രോസ്പെരിറ്റി തിയോളജിക്കാർ വരുന്നത്. അത് തെറ്റാന്ന് പറയുമ്പോൾ നമ്മൾക്ക് അവർക്ക് കൊടുക്കാനൊരു ഹോപ്പ് ഉണ്ടായിരിക്കണം. സമ്പത്ത് കയ്യിലിരിക്കെ പ്രോസ്പെരിറ്റി തിയോളജി തെറ്റാ എന്ന് പറയുമ്പോൾ ഈ പാവങ്ങൾ എന്ത് ചെയ്യണം? അവരെന്ത് ചെയ്യണം? അവരുടെ പ്രതിസന്ധിയിൽ അവരെന്ത് ചെയ്യണം? നിത്യതയിലെത്തുന്ന ഒരു വാഗ്ദത്വം കൊടുക്കുന്നില്ല. അത് ഈ പറയുന്നവർക്ക് തന്നെ ഇല്ല. അപ്പൊ പിന്നെ എന്തിനാണ് വെറുതെ കഷ്ടപ്പെടുന്നു? അവസാനം എങ്ങാനും ഫെയിലായി പോയാൽ തീർന്നു, അപ്പൊ ജീവിതം മുഴുവൻ പാഴായി, ദരിദ്രം. ഇങ്ങനെയാണ് ആളുകൾ ചിന്തിക്കുന്നത്. അപ്പൊ പ്രോസ്പെരിറ്റി തിയോളജി എന്ന് പറയുന്നത് ന്യായമായും ഒരു ലോകത്തിന്റെ തിയോളജിയാണ്. ദൈവമായിട്ട് ഇതിന് ബന്ധമൊന്നും ഇല്ലെങ്കിലും അതൊരു എക്സിസ്റ്റൻഷ്യൽ തിയോളജി എന്ന് തന്നെ വിളിക്കാം. അതായത് മനുഷ്യന് ജീവിച്ചു പോകാൻ വേണ്ടിയുള്ള ഒരു തിയോളജി. അതവർക്ക് ആവശ്യമായിട്ട് വരുന്നത് ദൈവത്തിന്റെ നല്ല ദാനങ്ങളെ കുറിച്ചുള്ള ബോധ്യമോ വിളിയോ ആ വിളിയാനുള്ള ആശയോ എന്തെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ്. നമ്മുടെ പ്രോസ്പെരിറ്റി തിയോളജി തെറ്റാണെങ്കിലും അത് മാത്രമല്ല തെറ്റ്, അതിനോടനുബന്ധമായി ക്രിസ്തുവിന്റെ ഉപദേശത്തോട് ചേർന്ന് നിൽക്കാത്ത എല്ലാം തെറ്റാണ്. അതുകൊണ്ട് ഫെയ്ത്ത് എന്ന് പറയുന്നത്, നിത്യജീവന്റെ വഴി എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായ ഒരു ഇടുക്ക് വഴിയാണ്. ബലാത്കാരികൾ ബലമായി പിടിച്ചെടുക്കുന്ന ക്രിസ്തുവിന്റെ ധനത്താൽ ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന, നിത്യജീവന്റെ അവകാശത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന, ആ ഉറപ്പ് നൽകുന്ന, ക്രിസ്തു എന്ന പകരക്കാരനെ നമുക്ക് വേണ്ടി നിർത്തുന്ന ആ ഫെയ്ത്താണ്. അപ്പോൾ ഈ വിശ്വാസം എങ്ങനെയാണ് നമ്മളെ രക്ഷിക്കുന്നതെന്നും കൂടെ ഞാൻ പറയേണ്ടി വരും. പത്രോസിന്റെ ലേഖനം തൽക്കാലം നമുക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കാം എന്നേ ഉള്ളൂ. കാരണം ദീസ് ഫണ്ടമെന്റൽസ് ആർ മോർ ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയാണ് ഫെയ്ത്ത് നമ്മളെ നീതീകരിക്കുന്നതെന്ന്, ഈ വിശ്വാസം കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ വ്യത്യസ്തമായ വിശ്വാസം എന്ന് പറഞ്ഞല്ലോ, ഹൗ ഡസ് ദാറ്റ് ഫെയ്ത്ത് ഓപ്പറേറ്റ്, അതുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് വിശ്വാസത്താലുള്ള ഒരു നീതി? എന്തുകൊണ്ട് ദൈവം മനുഷ്യനെ വിശ്വാസത്താൽ നീതീകരിക്കുന്നു? എന്തുകൊണ്ട് പ്രവൃത്തിയാൽ നീതീകരിക്കുന്നില്ല? ഇത് ക്രിസ്ത്യാനികൾക്ക് ഒരിക്കലും മനസ്സിലാകാതെ കിടക്കുന്ന ഒരു വിഷയമാണ്. പൗലോസ് എന്തുകൊണ്ടാണ് പ്രവൃത്തികളാലല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പൊ നമുക്ക് സ്വാഭാവികമായും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, പ്രവൃത്തികൾ വേണ്ടേ? അപ്പൊ പൗലോസ് പറയും, രക്ഷ പ്രവൃത്തികളാലല്ല, വിശ്വാസത്താൽ മാത്രമാണ്. ഓക്കെ, എന്നാൽ വിശ്വാസം അനുസരണമായി മാറണം. എന്താണ് ഈ പ്രവൃത്തികളാലുള്ള നീതിയും വിശ്വാസത്താലുള്ള നീതിയും തമ്മിലുള്ള വ്യത്യാസം? എന്തുകൊണ്ടാണ് നമ്മൾ വിശ്വാസത്താൽ മാത്രം നീതീകരിക്കപ്പെടുന്നുവെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്? വിശ്വാസത്താലുള്ള നീതീകരണം എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഒത്തിരി കാര്യങ്ങളുണ്ട് നിങ്ങളോട് പറയാൻ ഇങ്ങനെ മനസ്സിൽ. അപ്പോൾ ഒരെണ്ണം പറഞ്ഞു തുടങ്ങിയപ്പോഴും ഇതിന്റെ ഫൗണ്ടേഷൻസിലേക്ക്
എത്തുക എന്നുള്ളത് എൻ്റെ ഉള്ളിൽ ആഗ്രഹമായിരുന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡൈവേർഷൻ ഇതിനകത്തുണ്ടായത്. അപ്പോൾ റോമാലേഖനത്തിൽ നമ്മൾ അപ്പോസ്തലിക പാഠങ്ങൾ ആരംഭിക്കുമ്പോൾ, അവിടെയാണല്ലോ അപ്പോസ്തലിക ലേഖനങ്ങളിൽ ഒന്നാമത്തേത് റോമാലേഖനമാണ്. ആ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ആദ്യത്തെ മൂന്ന് അധ്യായങ്ങൾ മുഴുവനില്ല. ഒന്നാം അധ്യായത്തിന്റെ ഒരു 18 മുതൽ മൂന്നാം അധ്യായത്തിന്റെ 18 വരെയുള്ള വാക്യങ്ങൾ ലോകത്തിന്റെ പാപത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പാപം നിറഞ്ഞ ഈ ലോകത്തോട് ദൈവത്തിനുള്ള ദേഷ്യമാണ്, ക്രോധമാണ് നമ്മൾ ഒന്നാം അധ്യായത്തിന്റെ 18 മുതൽ മൂന്നാം അധ്യായത്തിന്റെ 15 വരെ കാണുന്നത്. അവിടെ റോമറുടെ 7-ാം അധ്യായം കൂടെ എടുത്തു കഴിഞ്ഞാൽ, ഈ റോമറുടെ 7 എന്ന് പറയുന്ന ഭയങ്കര പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7-ാം അധ്യായം മനസ്സിലായില്ലെങ്കിൽ നമുക്ക് പുതിയ നിയമ ഉപദേശമേ മനസ്സിലാവില്ല എന്നുള്ളതാണ് സ്ഥിതി. അതായത് റോമാലേഖനം 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ വ്യക്തമായി പഠിച്ചില്ലെങ്കിൽ ദൈവം എങ്ങനെയാണ് നമ്മളെ രക്ഷിച്ചതെന്ന് നമുക്ക് മനസ്സിലാവില്ല. അത് എങ്ങനെ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നുറുക്കമുള്ള ഒരു മനസാക്ഷിയോടുകൂടി പഠിക്കണം, ഹൃദയ നുറുക്കത്തോടുകൂടി പഠിക്കണം. ബുദ്ധി കൊണ്ട് പഠിച്ചിട്ട് കാര്യമില്ല. പാപബോധത്തോടെ നിലവിളിയോടെ ഇരുന്ന് പഠിക്കണം. ഞാൻ റോമാലേഖനം മനസ്സിലാക്കിയത് അങ്ങനെ ഒരു ബ്രോക്കൺനെസ്സിനകത്തോടെയാണ്. ഓക്കെ, അപ്പോൾ റോമാലേഖനത്തിലെ 1-ാം അധ്യായത്തിന്റെ 28 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ മനുഷ്യരുടെ പാപങ്ങളുടെ ഒരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇത് ആരുടെ പാപങ്ങളാണെന്നറിയാം? വിശ്വാസികളുടെ പാപങ്ങളല്ല, അവിശ്വാസികൾ, അതായത് ലോകത്തിലുള്ള മുഴുവൻ ജനത്തിന്റെയും പാപത്തെക്കുറിച്ചാണ് പറയുന്നത്. റോമാലേഖനം 1:28 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഒരു 29 മുതലാണ് ആ പാപങ്ങളുടെ ലിസ്റ്റ് നമ്മൾ വായിക്കുന്നത്. ആ പാപങ്ങളുടെ ലിസ്റ്റിൽ ആദ്യത്തെ ഒരു 4-5 എണ്ണം നമുക്ക് വായിക്കാം. എല്ലാം വായിക്കാം, പക്ഷെ 4 എണ്ണം വായിക്കുമ്പോഴേക്കും നമ്മുടെ കഥ തീരും. ഞാൻ വായിക്കാം. ഓക്കെ. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. ഇത്രയും മതി, ബാക്കിയുള്ളത് കിടക്കട്ടെ. എല്ലാം വായിച്ചോ, കുഴപ്പമില്ല. അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. അതിന്റെ താഴെ നമുക്ക് സാധാരണയുള്ള ചില പാപങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അസൂയ, പിണക്കം, പിന്നെ തള്ളുന്ന സ്വഭാവം, ആത്മപ്രശംസ, പിന്നെ വാത്സല്യമില്ലാത്തവർ, ഇങ്ങനെയൊക്കെയുള്ള ഗമയുള്ളവര്, ഗർവിഷ്ഠന്മാർ, ഗർവ് കാണിക്കുന്നവര്, പത്രാസ് കാണിക്കുന്നവരല്ലേ, അല്ലെ സ്വയം പുകഴ്ത്തി പറയുന്നവര്, ഇതൊക്കെ ഈ വക പ്രവർത്തിക്കുന്നവരെല്ലാം മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അറിഞ്ഞിട്ടൊന്നും അതിന്റെ അവസാനം എഴുതിയത്. 32 എന്താ പറയുന്നത്? ഈ വക പ്രവർത്തിക്കുന്നവർ, അതായത് പിണങ്ങിയിരിക്കുന്നവർ, അസൂയുള്ളവർ, സ്വയം പുകഴ്ത്തി പറയുന്നവർ. ആ ലിസ്റ്റ് ഭീകരമാണ്. മരണയോഗ്യർ എന്നുള്ളത് ദൈവത്തിന്റെ ന്യായമാണ്. ഇങ്ങനെയുള്ള ഒരുത്തിനും ജീവിക്കാൻ പാടില്ല. ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കാര്യം എങ്ങനെയായിരിക്കും എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പാപങ്ങൾ ലോകത്തിൽ മുഴുവൻ ആളുകൾക്കും അറിയാൻ പാപമാണെന്ന്. നിങ്ങൾ വഴിയിൽ കാണുന്ന ഒരു അവിശ്വാസിയെ വിളിച്ചിട്ട് പിണങ്ങിയിരിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു നോക്കി, അല്ലെങ്കിൽ അസൂയപ്പെടുന്നു, അത്യാഗ്രഹിയായിരിക്കുന്നു നല്ലതാണോ എന്ന് ചോദിച്ചു നോക്കുക. അവർ മറുപടി പറഞ്ഞുതരും. കാരണം റോമറുടെ 2-ാം അധ്യായത്തിൽ പറയുന്നു, ന്യായപ്രമാണം, ദൈവത്തിന്റെ പ്രമാണം ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പുസ്തകം വേണം നിർബന്ധമില്ല. ന്യായപ്രമാണം ഉള്ളവർക്ക് ന്യായപ്രമാണം വെച്ചും മനസാക്ഷി ഉള്ളവർക്ക് മനസാക്ഷി വെച്ചും
വിധിക്കത്തക്കവണ്ണം പുസ്തകമുള്ളവർക്ക് പുസ്തകത്തിലും അല്ലാത്തവർക്ക് മനസാക്ഷിയിലും ഇത് വെളിപ്പെട്ടിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കാം. അനീതി ശരിയാണോ? അവിശ്വാസികൾ പറയും അല്ല, തെറ്റാണ്. കാരണം എവിടെ നിന്നാണ് കിട്ടിയത്? ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായി വന്നു. അതാ 18-ാം അധ്യായം തൊട്ട് വായിക്കുമ്പോൾ 18-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ കാണുന്നത്. ദൈവത്തിന്റെ നിത്യശക്തിയും അവന്റെ ദിവ്യത്വവുമായുള്ള അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ. രണ്ട് കാര്യങ്ങളാണ്, നിത്യശക്തിയും ദിവ്യത്വവും. ഇത് രണ്ടും ആദ്യം മുതലേ ബുദ്ധിയുള്ള സകലർക്കും വെളിപ്പെട്ടിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ വെളിപ്പെടാത്തവർ ബുദ്ധിയില്ലാത്തവരാണ്. ദൈവത്തെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ എല്ലാ മതത്തിലുള്ളവർക്കും അറിയാം. ഒന്ന്, ദൈവം ശക്തനാണെന്നുള്ളതാണ്. അതാണ് നമ്മൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുകയും ബഹളം വെച്ച് പ്രാർത്ഥിക്കുകയും കർത്താവ് സാധിപ്പിക്കും എന്ന് പറഞ്ഞ് നടക്കുന്നത്. ബിക്കോസ് വി ബിലീവ് ഗോഡ് ക്യാൻ. അതെല്ലാ മതങ്ങളിലും ഉണ്ട്. ഇനി അവന്റെ എന്താ പറയുന്നേ, ദിവ്യത്വം എന്ന് പറയുന്നത് അവന്റെ ഗുഡ് നേച്ചർ, ഡിവൈൻ നേച്ചർ. അവൻ നല്ലവനാണ് ദൈവം. എല്ലാ മതങ്ങളും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഭർത്താവ് ഭാര്യയെ കൊന്നു പാമ്പിനെ വിട്ട് കേരളത്തില്. ആൾക്കാരെല്ലാം പറഞ്ഞു, അവിശ്വാസികൾ വരെ പറഞ്ഞു. അവിശ്വാസികൾ പറഞ്ഞെന്നറിയില്ല, മറ്റു മതക്കാരെല്ലാരും പറഞ്ഞു അവനൊന്നും ദൈവം വെറുതെ വിടത്തില്ല. അപ്പൊ ദൈവം എന്ത് നോക്കിയിരിക്കുകയാണ്? അനീതിയെ ശിക്ഷിക്കാനും നീതി നടപ്പാക്കാനും കാത്തിരിക്കുന്ന ഒരാളാണ് എല്ലാ മതങ്ങളിലും ദൈവം. അപ്പൊ അപ്പോസ്തലിക ഉപദേശം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും ഈ മതത്തിലെത്തും. അതിന് നമ്മൾ നാച്ചുറൽ റിലീജിയന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ എല്ലാ മതങ്ങളിലുള്ള കോമൺ ഫാക്ടറാണത്. നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ദൈവം നമ്പർ 1. 2, നല്ലവരെ അനുഗ്രഹിക്കുന്ന ദൈവം. ഇത് രണ്ടും മാത്രമാണ് എല്ലാ മതങ്ങളുടെയും പൊതുവായ സാരാംശം. നമുക്ക് അപ്പോസ്തലിക ഉപദേശം മനസ്സിലായില്ലെങ്കിൽ പിന്നെ നമ്മൾ എല്ലാവരും ഈ മതത്തിലായിരിക്കും. അതായത് ദൈവം പ്രവർത്തിക്കും ബ്രദറെ, ഫെയ്ത്ത്. 2, മര്യാദയ്ക്ക് ജീവിച്ചില്ലെന്ന് അറിയത്തില്ല. ഇതിൽ കൂടുതൽ ഒന്നും അപ്പോസ്തലിക ഉപദേശം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാനുണ്ടാവില്ല. അപ്പൊ അതിൻ്റെ ഒരു കൂട്ടർ പറയും ദൈവം പ്രവർത്തിക്കും ബ്രദറെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ശരിയാവില്ല. ദൈവത്തെ അനുസരിക്കാൻ കൂടെ ചെയ്യണം, അല്ലെ നരകത്തിൽ. ഇത് സംഗതി അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി നോക്കിയല്ല ഒന്നിന്. ഇത് രണ്ടുമാണ് ദൈവം. അതൊരു കോമൺ റെവലേഷൻ. ലോകത്ത് ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യർക്കും റെവലേഷൻ ഉണ്ട്. അതിന് പ്രത്യേകിച്ച് കർത്താവ് ഹൃദയത്തിൽ വരുമെന്നും വേണ്ട. ഈ രോഗസൗഖ്യം കിട്ടണമെങ്കിൽ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏലീശയുടെ കാലത്തും രോഗസൗഖ്യം വന്നിട്ടുണ്ട്, മരിച്ചവരെ എഴുന്നേറ്റിട്ടുണ്ട്. അതിന് യേശുക്രിസ്തു ക്രൂശിൽ നിന്ന് തന്ന അനുഗ്രഹം എന്നൊന്നും പറയാൻ പറ്റില്ല. അതിവിടെ പല രീതിയിൽ അത്ഭുതങ്ങളൊക്കെ നടക്കും. ദൈവത്തിന് എനിക്ക് ഒരു കുറച്ച് പൈസ തരണമെങ്കിൽ കർത്താവ് ക്രൂശിൽ ഒന്നും മരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഈസി ആയിട്ട് തരാം ദൈവത്തിന്. ഈ ലോകത്തെ സകലതിനെ സൃഷ്ടിച്ച ദൈവത്തിന് എൻ്റെ അസുഖം മാറ്റണമെങ്കിലോ എനിക്ക് കുറച്ച് പൈസ തരണമെങ്കിലോ അവന് പുത്രനെ വിട്ട് പുത്രനെ ക്രൂശിൽ യാഗമാക്കേണ്ട ഒരു കാര്യമില്ല. അപ്പൊ ഇതെല്ലാം പുത്രൻ ഇല്ലാതെ തന്നെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് നമ്മൾ കോമൺ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നീതിമാന്റെ മേലും നീതി കെട്ടവരുടെ മേലും ഒരുപോലെ മഴയെ പെയ്യ്ക്കുന്ന ദൈവം നീതിമാനെയും നീതി കെട്ടവനെയും വിശ്വസിക്കുന്നതിനെയും വിശ്വസിക്കാത്തവനെയും നിരീശ്വരവാദിയെയും എതിർ ക്രിസ്തുവിന്റെ ആൾക്കാരെയും സാത്താൻ സേവക്കാരെയും എല്ലാം ഒരുപോലെ പണക്കാരും ഒരുപോലെ ആരോഗ്യമുള്ളവരും ആക്കുന്ന ദൈവം. കോവിഡ് വരുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും അയൽവക്കം നോക്കാതെ എല്ലാവർക്കും കൊടുക്കുന്ന ദൈവം. വിശ്വാസിയുടെ മുകളിൽ മാത്രം മഴ ഇത്തിരി പെയ്തേക്കാം, ബാക്കിയുള്ളിടത്ത് വേണ്ട എന്ന് തീരുമാനിക്കാത്ത ദൈവം. എല്ലാ ദിവസവും മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന നമ്മളെക്കാളും അംബാനിയെ പോലെയുള്ളവരെ മുതലാളിമാരാക്കുന്ന ദൈവം. ഇത് നമ്മുടെ പിള്ളേരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ പിള്ളേർ പറയും എന്ത് ഇവിടെ ദൈവം ഇല്ലാത്തവനൊക്കെ അന്തസ്സായിട്ട് ജീവിക്കുന്നു, ഇവിടെ ദൈവം എന്ന് പറഞ്ഞിട്ട് എന്താ ഫലം? ശരിയല്ലേ? സ്വർഗത്തിൽ പോകുന്ന ഉറപ്പില്ല, പിന്നെ എന്തിനാണ്? ഇത്രയും വിശ്വാസത്തെ പൊട്ടിക്കാൻ ഒരാൾ ഉപവാസ പ്രാർത്ഥന നടുക്ക് വരുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ലായിരിക്കും. ചിലത് പൊട്ടുന്നത് ചിലത് പണിയാനൊക്കെ നല്ലതല്ലേ? പൊട്ടലും പണികളും ആണല്ലോ ഇവിടുത്തെ പ്രധാന വിഷയം. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് തന്നെ ഒരു നന്മതിന്മകളുടെ സിസ്റ്റവും ഒരു ശക്തിയുള്ള ദൈവത്തിന്റെ സിസ്റ്റവും ഉണ്ട്. അത് യേശുക്രിസ്തുവിന്റെ മരണം ഇല്ലാതെ തന്നെ, യാഗം ഇല്ലാതെ തന്നെ ലഭിക്കുന്ന കോമൺ ബ്ലെസ്സിങ്സ് ആണ് അതെല്ലാം. ആ കോമൺ ബ്ലെസ്സിങ്സ്, കോമൺ അനുഗ്രഹങ്ങൾ മാത്രമല്ല. ഇന്നിപ്പം ശുശ്രൂഷിക്കാൻ ഒരു സ്റ്റേജിൽ കയറിയാൽ ഐദർ കോമൺ ബ്ലെസ്സിങ് ഓർ മോറൽ ടീച്ചിങ്. മര്യാദയ്ക്ക് ജീവിച്ചില്ലെന്ന് അറിയത്തിൽ പോകും, മോശം കിട്ടില്ല. സെയിം, മോശം കിട്ടില്ല, നരകത്തിൽ പോകും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ലോക മതങ്ങൾ ഇതിനകത്ത് വ്യാപരിക്കുന്നത്? അപ്പൊ അപ്പോസ്തലിക ഉപദേശം എന്താ? ക്രിസ്തു എന്താ പ്രത്യേകിച്ച് ചെയ്തത്? അത് വിട്ടുപോയി.
ഇതാണ് നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ അപകടം. അപ്പൊ ഇവിടെ കാണുന്ന അത്യാഗ്രഹം എന്നൊരു വിഷയം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് വിശ്വാസം എന്ന് പറയുന്നതിന്റെ അത്യാഗ്രഹമാണ്. അതായത് ഞാൻ ചെറിയ സ്റ്റോറി പറയാം. ഒരു മനുഷ്യൻ രാവിലെ ഒരു പാസ്റ്ററെ വിളിക്കുകയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഈ പാസ്റ്റർ എന്ന് മനസ്സിലാവുമായിരിക്കും. മനസ്സിലായാലും കുഴപ്പമൊന്നുമില്ല. ഈ TV പ്രോഗ്രാം ഇപ്പൊ ഒരു പാസ്റ്റർ വിളിച്ച ചോദ്യത്തിന് ഉത്തരം പറയാണ് പുള്ളിയോട് ഒരാൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വിളിച്ചപ്പം ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കാനായിരുന്നു വിളിച്ചത്. അപ്പം ഈ പ്രാർത്ഥിക്കേണ്ട പാസ്റ്റർ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആളോട് ചോദിച്ചു, എത്ര മുറിയുള്ള വീടാണ് സഹോദരന് ആഗ്രഹം? അപ്പൊ പുള്ളി പറഞ്ഞു, എനിക്കൊരു ലിവിംഗ് റൂമും ആൾക്കാർ വന്നിരിക്കാൻ റൂം, ഒരു ബെഡ്റൂം, ഒരു കിച്ചണും മതി പാസ്റ്ററെ, ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പോ ഈ പാസ്റ്റർ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് വിശ്വാസം പോരാ, ഒരു 3 മുറിയുള്ള വീടെങ്കിലും വേണം. നിങ്ങൾക്കൊന്ന്, നിങ്ങളുടെ കുട്ടിക്കൊന്ന്, പിന്നെ എന്നെ പോലുള്ള പാസ്റ്റർമാർ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അവർക്ക് താമസിക്കാൻ ഒരു ഗസ്റ്റ് റൂം, പിന്നെ ഡൈനിങ് റൂം, പിന്നെ കിച്ചൺ, പിന്നെ ഇത്രയും സ്ഥലങ്ങളുള്ള ഒരു വീടിന്റെ വിശ്വാസമായിട്ട് വാ, അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇയാള് കടഭാരം വരുത്തി വെച്ചാൽ ദൈവം തരും എന്നും കൂടെ പറഞ്ഞ് വിശ്വസിച്ച് കടഭാരം വരുത്തി വെച്ചാൽ ഇയാൾ വീട്ടാനൊന്നും പോകുന്നില്ലേ പറഞ്ഞയാള്. ആ ഒരു മുറിയിൽ അന്തസ്സായിട്ട് ജീവിക്കേണ്ടവൻ 3 മുറി പണിത് കടഭാരമായി ജീവിതകാലം മുഴുവൻ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ, പുള്ളിയോട് ദൈവത്തിന്റെ ആത്മാ പറഞ്ഞു, നിനക്കൊരു വീട് തരാൻ പോവാന്ന്. പുള്ളി ഉടനെ ലോൺ എടുത്ത് വീട് വാങ്ങിച്ചു. 35 ലക്ഷം രൂപ ലോൺ അടയ്ക്കണം. മാസം തോറും 20,000 രൂപയുടെ ലോൺ. 20,000 അല്ല, 32,000 രൂപ ലോൺ. ഒരു ജോലിയുമില്ല, ഒരു ജോലിയുമില്ല, 1 രൂപ പോലും ഇല്ല. ഇപ്പൊ അത് പോകാറായപ്പോ ഇതേ പാസ്റ്റർ പറഞ്ഞു അത് വിൽക്കുന്നതാണ് ദൈവഹിതം. ഇപ്പൊ അത് വിൽക്കാൻ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവ് ട്രൈ ചെയ്തു ഇവനെ കുറച്ച് സഹായിക്കാൻ, പക്ഷെ നടന്നില്ല. നേരത്തെ ആലോചന പറഞ്ഞ കർത്താവ് തന്നെയാണല്ലോ. അപ്പൊ പാസ്റ്റർമാർ പറയാം, നിങ്ങൾ നന്നാവാത്തോണ്ടാ, നിങ്ങൾ വിശ്വസിക്കാത്തോണ്ടാ. ഓക്കെ, മറുപടി ഇതാ, നേരത്തെ കർത്താവിന് അറിയാൻ മേലായിരുന്നു ഇവർ വിശ്വസിക്കൂല എന്നുള്ള കാര്യം. പിന്നെ എന്തിനാ ഈ പണി പറഞ്ഞത്? നിങ്ങൾക്ക് വീട് കിട്ടുമെന്ന്? കിട്ടില്ല എന്ന് ദൈവത്തിന് അറിയാമായിരുന്നല്ലോ. അറിയില്ലായിരുന്നോ? പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാം വഞ്ചനയാണ്. ഇതിനെ നമ്മൾ മുഷ്ടി യുദ്ധം എന്ന് പറയും. ആകാശത്തെ നോക്കി യുദ്ധം ചെയ്യുക. കിട്ടാൻ സാധ്യതയൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് ദൈവം തരാതിരിക്കത്തുമില്ല. ഈ പറയുന്ന വാഗ്ദത്തങ്ങളുടെ പുറകെ പോലെ ഇതിനൊന്നും ഒരു പ്രോമിസ്, ആണയോടുകൂടി ഒരു പ്രോമിസ് ഇല്ല. കിട്ടിയാ കിട്ടിയെന്ന് പറയാം. കിട്ടിയാൽ നമ്മളെ പാസ്റ്ററെ ഫേമസ് ആക്കും, കുറെ ദശാംശം അയച്ചു കൊടുക്കും. കിട്ടിയില്ലെങ്കിൽ എന്റെ വിശ്വാസത്തിന്റെ കുഴപ്പമെന്ന് വിചാരിച്ച് സമാധാനമായിട്ടിരിക്കും. ഇങ്ങനെയാണ് മതം നമ്മളെ ഭരിക്കുകയും നമ്മളെ ചതിക്കുകയും ചെയ്യുന്നത്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ അത്യാഗ്രഹം എന്ന് പറയുന്നത് തന്നെ വിശ്വാസം എന്ന് പറയാൻ ഞാൻ കാരണം എന്നറിയാം. നിങ്ങൾക്ക് 1 നിലയുള്ള ഒരു വീട് പണിയാനാണോ 3 നിലയുള്ള ഒരു വീട് പണിയാനാണോ കൂടുതൽ വിശ്വാസം വേണ്ടത്? 3 നിലയുള്ള വീട് പണിയാനല്ലേ? ഏതാ അത്യാഗ്രഹം? അത്യാഗ്രഹം തന്നെയല്ലേ വിശ്വാസം? വിശ്വാസം കൂടുന്നു നിങ്ങൾ പറയുന്നത് എന്തിനെയാണ്? ആഗ്രഹങ്ങൾ കൂടുന്നതിനെയാണ്. എങ്ങനെ വേണ്ട ആലോചിച്ച് നോക്കിയോ. വിശ്വാസം വർദ്ധിക്കുന്ന അനുസരിച്ച് നമ്മുടെ അത്യാഗ്രഹം വർദ്ധിക്കുക ചെയ്യും. അപ്പൊ ആ വിശ്വാസം ദൈവികമല്ല. അതാണ് നമ്മുടെ വിശ്വാസം ദൈവികമാണോ എന്ന് പരിശോധിക്കണമെന്ന് പറയുന്നത്. അപ്പൊ ഈ വക പ്രവർത്തിക്കുന്നവരെല്ലാം മരിക്കുമെന്ന് കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടാകണം. അപ്പൊ നമ്മളെ രക്ഷിക്കാൻ എന്തിനു സാധിക്കുന്നില്ല? ഈ ഡ്യൂപ്ലിക്കേറ്റ് വിശ്വാസത്തിന് സാധിക്കുന്നില്ല. സമ്മതിച്ചോ? നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും വി ആർ ഗോയിങ് എഹെഡ്. ഓക്കെ. എന്നിട്ട് 2-ാം അധ്യായത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതും അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ചില ആളുകൾ വിശ്വസിക്കുന്നത് ന്യായപ്രമാണം, സുവിശേഷം ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ആളുകളെ ദൈവം മനസാക്ഷി വെച്ച് വിധിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് വിശ്വസിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കാം. പക്ഷെ അങ്ങനൊരു സംഭവം ഇല്ല. സുവിശേഷം കേൾക്കാത്ത, വിശ്വസിക്കാത്ത ഒരാളും സ്വർഗത്തിൽ പോവുകയില്ല. കാരണം പിതാവിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ യേശുക്രിസ്തു എന്ന ഏക വഴിയല്ലാതെ മനസാക്ഷിയുടെ നന്മ എന്ന് പറഞ്ഞൊരു വഴിയില്ല.
പിന്നെ പൗലോസ് എന്താണ് പറയുന്നത്? ഞാൻ വളരെ പഴക്കമുള്ള ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ 2 വർഷം മുമ്പ്. അപ്പോൾ പ്രസംഗിച്ച് കഴിഞ്ഞ് ഉച്ചയായപ്പം അവിടുത്തെ പാസ്റ്ററുടെ ഭാര്യ എന്നോട് വന്ന് പറഞ്ഞു, പാസ്റ്ററെ, എല്ലാ മതങ്ങളിലും നല്ല മനുഷ്യരുണ്ടല്ലോ, ദൈവം അവരെല്ലാം നരകത്തിൽ വിടുവോ? അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എന്താ? അപ്പൊ അവര് പറഞ്ഞു, മനസാക്ഷി വെച്ച് വിധിച്ച് ദൈവം കുറെ ആൾക്കാരെ ഈ മറ്റു മതങ്ങളിൽ നിന്നെല്ലാം സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ആ വിശ്വാസം അങ്ങനെയാണെന്ന് വിചാരിച്ചോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിടത്തും പോയി സുവിശേഷം പറയരുത്. കാരണം സുവിശേഷം പറഞ്ഞിട്ട് അവർ റിജക്ട് ചെയ്താൽ അവരെല്ലാം നരകത്തിൽ പോകും. കേൾക്കാത്തവർക്കാണല്ലോ ഈ കൺസെഷൻ ഉള്ളൂ. അപ്പൊ നോർത്ത് ഇന്ത്യയിൽ ഒരു വില്ലേജിൽ പോയി നിങ്ങൾ 100 പേരോട് സുവിശേഷം പറഞ്ഞ് 100 പേരും തള്ളിക്കളഞ്ഞ 100 പേരും നരകത്തിൽ പോകും. അതിന് നല്ല സാധ്യത ഉണ്ട് താൻ. അവിടെ ചെല്ലുമ്പോൾ സുവിശേഷം പറഞ്ഞായിരുന്നില്ലേ, വിശ്വസിച്ചില്ല, അക്കൗണ്ടായി, പ്രശ്നമായി, നരകത്തിൽ പോകും. അതിനേക്കാളും നല്ലത് നിങ്ങൾ അവിടെ ചെന്നിട്ട് അവരോടെല്ലാം നല്ല മനസാക്ഷിയുള്ളവരായി ജീവിക്കാൻ പറ. ക്രിസ്തുവിനെ കുറിച്ച് നിവൃത്തിയുണ്ടേ പറയാതിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവര് കുറച്ചുപേരെങ്കിലും നല്ല മനസാക്ഷി ജീവിക്കാൻ ശ്രമിക്കും. അങ്ങനെ നല്ല മനസാക്ഷി വെച്ച് വിധിച്ച് കുറച്ചു പേരെങ്കിലും അകത്ത് പോകുന്നു മാത്രമല്ല, അകത്ത് നിന്ന് സ്വർഗത്തിൽ പോകുന്നു മാത്രമല്ല, നിങ്ങളെ അവർ തല്ലിക്കൊല്ലുകയില്ല. കാരണം നല്ല മനസാക്ഷിയിൽ ജീവിക്കാൻ പറയുന്നവൻ എപ്പോഴും ലോകത്തിന്റെ സുഹൃത്തായിരിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സുവിശേഷം എന്തായിരിക്കണം? ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരുടെ അടുത്ത് വെറുതെ ഇടർച്ചക്കല്ലായ ക്രിസ്തുവിനെ കൊണ്ട് ചെല്ലാതെ, തല്ലുമേടിക്കാതെ, നമ്മൾ വളരെ മാന്യമായി അവിടെ ചെന്നിട്ട് നിങ്ങൾ സൽപ്രവൃത്തികൾ ചെയ്ത് മനസാക്ഷി അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാമെന്ന് പ്രസംഗിക്കുവാണെങ്കിൽ അതിൽ 100-ൽ 95 പേരും അത് സ്വീകരിക്കും. എല്ലാവരും അനുസരിച്ചില്ലെങ്കിലും നിങ്ങളെ അവരുടെ ഒരു ടീച്ചറായിട്ടും ഭയങ്കര മനുഷ്യസ്നേഹിയായിട്ടും വിലയിരുത്തും. ഒരുപക്ഷെ ഒരു നോബൽ സമ്മാനം വരെ നിങ്ങൾക്ക് സംഘടിപ്പിക്കാം. പിന്നെ എന്തിനാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പലർക്കും ഇടർച്ചയായി സുവിശേഷം ചുമന്നു നടക്കുന്നത്? ഞാൻ അവരോട് അങ്ങനെ ചോദിച്ചു. ഒരു ചോദ്യം കൂടെ ചോദിച്ചു, യേശുക്രിസ്തു ഇല്ലാതെ കുറെ പേരെ മനസ്സാക്ഷി വെച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നുവെങ്കിൽ എന്തിനാണ് കർത്താവ് ഇത്രയും കഷ്ടപ്പെട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പ്രാണവേദന അനുഭവിച്ച് ക്രൂശിൽ മരിക്കേണ്ട കാര്യം? മനസാക്ഷി അനുസരിച്ച് കുറച്ചുപേരെ കർത്താവിനെ കൊണ്ടുപോയാൽ പോരെ? അപ്പൊ യേശുക്രിസ്തു ഇവിടെ ഒന്ന് മരിക്കേണ്ട പോലും കാര്യമില്ല. ഇത്ര എന്ത് വേദന കർത്താവ് അതിനുവേണ്ടി പിതാവ് പുത്രനെ അയച്ച്, പുത്രനെ ഇവിടെ ഒന്ന് കഷ്ടപ്പെട്ട് എന്തുമാത്രം വേദനയിലൂടെ കടന്നുപോയി. അപ്പൊ ആ സഹോദരനോട് പറയുക, കർത്താവ് അത്രയും വേദന അനുഭവിച്ചെന്നെല്ലാം പറയാനുണ്ടോ? അതിനേക്കാളും വേദന അനുഭവിച്ച എത്ര ആൾക്കാരുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവരുടെ ചുറ്റും ഒരു 5-8 പേരുണ്ടായിരുന്നു ഇപ്പം സഹോദരിമാർ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളും നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ഈ സഹോദരിമാർ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അതുപോലെ നശിച്ചു പോകുന്നുണ്ട്. കാരണം കർത്താവ് അനുഭവിച്ച വേദന എന്ന് പറയുന്നത് ശാരീരിക വേദനയല്ല, എന്റെ പാപവും ചുമന്നുകൊണ്ട് പിതാവിന്റെ മുമ്പിൽ നിന്നതിന്റെ വേദനയാണ്. നമ്മൾ ചെയ്ത ഒരു കുറ്റം വേറൊരുത്തൻ പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ മേല. അപ്പോഴാണ് ലോകത്തിന്റെ മുഴുവൻ പാപവും ചെയ്യാത്ത ഒരുത്തന്റെ ചുമലിലേക്ക് വെച്ച് അതിന്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നയാൾക്ക് വേദന, അതെന്തോ വലിയ വേദനയാണ് ചോദിക്കുന്നത്. അവരെന്നോട് പറഞ്ഞു, ഞാനൊരു പാസ്റ്റർ ആളാണ്, ഞാൻ പറഞ്ഞു പാസ്റ്റർ ആളാന്ന് മനസ്സിലായി, കാരണം ഇതിന്റെ വില മനസ്സിലായിട്ടില്ല. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചതിന്റെ വില എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ബൈബിൾ കോളേജിൽ പോകുന്നുണ്ട് പഠിക്കും. ഞാൻ പറഞ്ഞു, അത് നിർത്തിക്കോ, എല്ലാം നിർത്തിക്കോ, മാനസാന്തരപ്പെടാതെ നിങ്ങൾ ബൈബിൾ പോലും തുറക്കരുതെന്ന്. ഒരു പ്രയോജനമില്ല. വൈകിട്ട് എന്റെ മീറ്റിങ്ങിന് അവർ വന്നില്ല. ഇത് മനുഷ്യര് വിചാരിച്ചിരിക്കുന്നത്, പൗലോസ് പറഞ്ഞത് കുറെ പേര് ന്യായപ്രമാണം വഴിയും കുറെ പേര് മനസാക്ഷി വഴി സ്വർഗത്തിൽ പോകുന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. കുറെ പേരെ ന്യായപ്രമാണം വെച്ച് വിധിക്കും, ബാക്കിയുള്ളവരെ ന്യായപ്രമാണമുള്ളവരെ അതിന്റെ പ്രമാണം വെച്ച് വിധിക്കും, പ്രമാണമില്ലാത്തവരെ മനസാക്ഷി വെച്ച് വിധിക്കും. അവരാരെങ്കിലും സ്വർഗത്തിൽ പോകും എന്നല്ല അവിടെ പറഞ്ഞേക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാനുള്ള കാരണം, അവിടെ പറയുന്നത് ഒരുവൻ നീതി ചെയ്താൽ അവനെ സ്വർഗത്തിൽ കൊണ്ടുപോകും. ന്യായപ്രമാണം അനുസരിച്ചായാലും മനസാക്ഷി അനുസരിച്ചായാലും. ഓക്കെ, ഒരുവൻ തെറ്റ് ചെയ്താൽ അവനെ നരകത്തിൽ വിടും. ഇതാണ് ദൈവത്തിന്റെ പ്ലാൻ, അതിനൊന്നും മുഖവശമില്ല. പക്ഷേ നീതിമാൻ ആരുമില്ല. അതാണ് കൺക്ലൂഷൻ. കൺക്ലൂഷൻ വരുന്ന 3-ാം അധ്യായം 9-ാം വാക്യത്തില. ഏതെങ്കിലും ഒരുത്തൻ നീതിമാൻ ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ ന്യായപ്രമാണം ആരെയും നീതീകരിക്കുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ മനസാക്ഷി ആരെയും നീതീകരിക്കുന്നില്ല. 3-9 നോക്കിക്കേ, ഞാൻ വായിക്കട്ടെ.
ആകയാൽ എന്ത് ആ വിശേഷതയുണ്ടോ? അശേഷമില്ല. അശേഷമില്ല. ദൂതന്മാരും യഹൂദന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. അപ്പൊ എന്താ ഇത്ര നേരം തെളിയിച്ചോണ്ടിരുന്നത്? ഒരുപോലെ പാപത്തിന് കീഴാണ്. ഒരുപോലെ പാപത്തിന് കീഴാണ് തെളിയിച്ചോണ്ടിരുന്നത്. ഒരുവൻ നന്മ ചെയ്താൽ ദൈവം അവനെ സ്വർഗത്തിൽ കൊണ്ടുപോകായിരുന്നു. പക്ഷെ ആരും ഇല്ല. തിന്മ ചെയ്ത നരകത്തിൽ വിടും. എല്ലാരും ഉണ്ട് അങ്ങോട്ട്. അടുത്ത വാക്യം വായിച്ചു നോക്കി. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല. അപ്പൊ ഈ യഹൂദന്മാരെല്ലാം ഭയങ്കര നീതിയല്ലേ ചെയ്തത്? എന്തുമാത്രം നീതിയാന്ന് പരീശന്മാർ ചെയ്തെന്നറിയോ? നമ്മൾ ഇന്നത്തെ പെന്തക്കോസ്തുകാർക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത നീതിയാണ് അന്ന് പരീശന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ടും വേദപുസ്തകം അവരോട് തന്നെ പറയാണ്, അതായത് ഈ ന്യായപ്രമാണം കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന പരീശനോട് തന്നെ പറയാണ്, നീതിമാൻ ആരുമില്ല. നീ ഇല്ലെന്നല്ല, നീ അല്ലാന്നുമല്ല, ലോകത്തിൽ ഒരു നീതിമാൻ ഇല്ല. അതാരാ പറയുന്നതെന്നറിയോ? 19-ാം വാക്യം. ന്യായപ്രമാണമാണ് പറയുന്നത്. ന്യായപ്രമാണത്തിന് കീഴുള്ളവരുടെ, വെളിയിലുള്ളവരോടല്ല പറയുന്നത്. വെളിയിലുള്ളവരോട് പറയുന്നേ ഇല്ല ഒന്നും. ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പറയുകയാണ്, ലോകത്തിൽ ഒരു നീതിമാനുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവൻ പോലുമില്ല. അങ്ങനെയല്ലേ അത്? അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്നവൻ പോലും ഇല്ല എന്ന് പറഞ്ഞു കഴിയുമ്പം നമ്മൾ ഇല്ല, ഞാൻ ദൈവത്തെ എത്രയോ വിളിച്ചു, ദൈവമേ നീ എനിക്ക് ഉത്തരം, ജീവനുള്ള ദൈവം ഉണ്ടെങ്കിൽ എന്നെ, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ചിട്ടില്ല. അത് തോന്നുന്നതാ ദൈവത്തെ അന്വേഷിച്ചെന്ന്. ഞാനിതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. കേരളത്തിൽ നിങ്ങൾ ബൈക്ക് ഓടിച്ചു പോകുമ്പം ഒരാൾ എതിരെ വന്നിട്ട് പറയാണ്, അടുത്ത വളവിന് പോലീസുകാർ നിൽപ്പുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആണോ, എൻ്റെ കയ്യിൽ എല്ലാ ഡോക്യുമെന്റ്സും ശരിയാണ്, ഹെൽമെറ്റും ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ വിട്ടടിച്ചു പോകും. പക്ഷെ അതില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുള്ളൂ? ഒരു കുറുക്കുവഴി ചാടി രക്ഷപ്പെടാൻ നോക്കും, അല്ലെങ്കിൽ തൽക്കാലം മാറി നിൽക്കാന്ന് വിചാരിക്കുമല്ലേ ഉള്ളൂ. നിങ്ങൾ പോയി പോലീസുകാരനാണോ, എന്നാ പിന്നെ ഒന്ന് കണ്ടേക്കാം, കുറച്ച് ഫൈൻ അടിച്ചിട്ട് കുറെ നാളായി എന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാരൻ അന്വേഷിച്ച് നമ്മൾ പോവോ? പോവില്ല. ഒരു കള്ളൻ എപ്പോഴെങ്കിലും പോലീസുകാരൻ അന്വേഷിച്ച് നടക്കുമോ? നടക്കില്ല. നമ്മൾ ദൈവത്തെ അന്വേഷിച്ചെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ നീതിമാന്മാരാണ് നമുക്ക് തോന്നുന്നോണ്ടാ. നമ്മൾ ശരിക്കും എന്തോരം ഉണ്ടെന്ന് മനസ്സിലായാൽ ഈ നീതിമാനായ, തീക്ഷ്ണവാനായ, പാപത്തെ സഹിക്കാൻ പറ്റാത്ത ഒരു ദൈവത്തെ അന്വേഷിച്ച് നമുക്ക് ചെല്ലാൻ പറ്റില്ല. പിന്നെ നമ്മൾ ആരെയാണ് അന്വേഷിക്കുന്നത്? ഇതിന് തിയോളജിയിൽ, വേദശാസ്ത്രത്തിൽ പറയുന്നത് ഇൻ കർവേറ്റസ് ഇൻ സേ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതൊരു ലാറ്റിൻ പ്രയോഗമാണ്. അത് നിങ്ങൾ ഓർത്തിരുന്നിട്ടും ഒരു കാര്യമില്ല. പക്ഷെ അതിനകത്ത് ഒരു വാക്ക് ഞാൻ എടുത്തു പറയാം. കേർവ് എന്നൊരു വാക്ക് അതിനകത്തുണ്ട്. കെർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളഞ്ഞിരിക്കുന്നതാണ് അല്ലെ? കേർവ് വളഞ്ഞല്ലേ ഇരിക്കുന്നത്. അപ്പോ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, സംതിങ് ദാറ്റ് ഗോസ് അറൗണ്ട് കംസ് അറൗണ്ട്. വളഞ്ഞു പോകുന്നത് വളഞ്ഞു തന്നെ ഇങ്ങ് വരും. ഒരു സംഗതി വളഞ്ഞു പോയാൽ അത് എങ്ങനെ പോയാലും തിരിച്ചതിൽ തന്നെ വരും. അതിന്റെ റേഡിയസ് കറക്റ്റ് ആണെങ്കിൽ അല്ലേ, അവിടെ തന്നെ വരും. അപ്പൊ മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് നേരെയാ പോകുന്നത് നമ്മൾ വിചാരിച്ചാലും നേരെയല്ല, വളഞ്ഞാണ് പോകുന്നത്. അത് ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇംഗ്ലണ്ടിൽ നടക്കുവാന്ന് വിചാരിച്ചു. ഓക്കെ, ഇംഗ്ലണ്ടിൽ നടന്നു വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സ്ട്രെയിറ്റ് ലൈനിൽ വരച്ചിട്ട് അതിലൂടെ നടന്ന ബ്രദറെ എന്ന് പറഞ്ഞാലും അങ്ങനെ നടക്കില്ല. കാരണം ഭൂമി ഉരുണ്ടതായതുകൊണ്ട് നമ്മളിങ്ങനെ വളഞ്ഞാ പോയത്, വേറൊരു വഴിയില്ല. അങ്ങനെ നേരെ കുറേ കൂടെ അങ്ങ് പോയിരുന്ന കറങ്ങി തിരിച്ച് എൻ്റെ അടുത്ത് തന്നെ വന്നേനെ. അപ്പൊ നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് വളഞ്ഞു പോയി അവസാനം എവിടെ എത്തുന്നറിയോ? നമ്മുടെ സ്വഭാവത്തിൽ തന്നെ എത്തുന്നേ. സംശയം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളുടെ അയൽവക്കക്കാരെ കുറിച്ച് ദൈവം എന്ത് ചിന്തിക്കുന്നു അത് തന്നെയല്ലേ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അത് തന്നെയല്ലേ ദൈവം ചിന്തിക്കുന്നു, അല്ലേ? അതായത് നിങ്ങളുടെ മക്കളെ വലിയൊരു സ്ഥലത്ത് എത്തിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ദൈവം അത് തന്നെയല്ലേ ആഗ്രഹിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ പ്ലാനുകൾ വെച്ച് നോക്കി, എല്ലാം ദൈവം അത് തന്നെയല്ലേ, നിങ്ങൾ തന്നെയാ അത് സങ്കല്പിച്ചുണ്ടാക്കിയേക്കോ ദൈവത്തെ. നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നില്ല. ദൈവത്തിന്റെ മുമ്പിലെങ്ങാനും നമ്മൾ പെട്ടുപോയാൽ നമ്മൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കും, കർത്താവേ പാവിയാ എന്നോട് കരുണയുണ്ടാകണമേ നല്ലറുള്ളൂ. അല്ലാതെ എൻ്റെ മക്കളുടെ കാര്യം അത് ഇതൊന്നും പറയാൻ പറ്റില്ല.
ഞാൻ എത്ര പാപിയാണെന്നും എത്ര അയോഗ്യനാണെന്നും എനിക്ക് മനസ്സിലാവും ദൈവത്തെ ഒരിക്കലെങ്കിലും നമ്മൾ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ. ആ ദൈവത്തിന് മുമ്പിൽ അകപ്പെടുന്ന കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ഇയ്യോബിനെ കുറിച്ച് പിശാചിന് പോലൊരു കുറ്റം പറയാനില്ലായിരുന്നു. പിശാചാനെ കുറ്റം പറയുന്നതിന്റെ ഉസ്താദാണ്, മാസ്റ്ററാണ്. അവൻ ആരുടെയും കുറ്റം പറയും. മോശയുടെ വരെ കുറ്റം പറഞ്ഞവനാണ്. ഇയ്യോബിനെ കുറിച്ച് കർത്താവ് ചോദിച്ച പറയാ ഒന്നും കാണാനില്ല. അപ്പൊ ഇയ്യോബ് ആരാ പുള്ളി? ആലോചിച്ച് നോക്കിയ. അത്ര സൂക്ഷ്മമായിട്ട് ജീവിച്ചവനാ. എന്റെ അവസാനം ദൈവത്തെ കാണുമ്പോൾ പറയാണ്, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പൊ എന്റെ കണ്ണുകൊണ്ട് ഞാൻ നിന്നെ കാണുന്നു. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. കണ്ടതേ ഉള്ളൂ. അതുപോലെ യോഹന്നാൻ ശിഷ്യൻ ഇതാ കിടക്കുന്നു നിലത്ത്, പുറകോട്ടടിച്ചല്ല, മുമ്പോട്ട് വീണ്. അതുപോലെ പത്രോസ് മീൻ പിടിക്കാൻ പോയ കഥ നിൽക്കാൻ. പത്രോസ് മീൻ പിടിച്ച് നമ്മളാണെ പറഞ്ഞേനെ, അടുത്ത ആഴ്ചയും കർത്താവ് അടുത്ത ദിവസവും ഞാൻ പടകിൽ പോകുമ്പോൾ എന്റെ പടകിൽ നീ വരണം, നീ ഇല്ലാത്ത ബിസിനസ്. അതാണ് വൈബ്രേഷനും ഭക്തിയും. പക്ഷെ പത്രോസ് എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ പാപിയായൊരു മനുഷ്യൻ, മേലാൽ ഈ വഴിക്ക് വരലെന്നാ പറഞ്ഞു. അത് പ്രസംഗത്തിൽ ആരും പറയില്ല. കാരണം എന്താ? അവര് മീനിന് വേണ്ടി പ്രസംഗിക്കും. പത്രോസ് കണ്ടത് മീനല്ല. പത്രോസ് കണ്ടത് ഇന്നലെ രാത്രി മുഴുവൻ അവിടെ നോക്കിയിട്ട് ഒരു മീൻ ഇല്ലാത്ത അവസ്ഥയിൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ അധികാരമുള്ള ദൈവം അവന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവന് മീൻ ഓർമ്മ വരുമോ? അത് ദൈവത്തിന് മുമ്പിൽ അകപ്പെട്ട ഞാൻ എങ്ങനെ രക്ഷപ്പെടണം എന്ന് ആലോചിക്കും. അവൻ മീൻ കണ്ടില്ല, അവൻ കണ്ട ദൈവത്തെയാണ്. സകലത്തെ സൃഷ്ടിച്ച ദൈവം എന്താ അവന്റെ പടകില്, അവന്റെ ബോട്ടില്. അവൻ നിലവിളിച്ചു പോയി. അവൻ പറഞ്ഞു, എന്റെ കർത്താവെ, പാപിയായ എന്റെ അടുത്ത് നീ നിൽക്കല്ലേയോ, ദയവായിട്ട് എന്റെ അടുത്ത് വരില്ല, എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ, ഓടിക്കോളാനാ പറഞ്ഞു വിടുന്നത്. അല്ലാതെ അടുത്ത ആഴ്ച നാളെ പടകിൽ വരുമ്പോ എന്റെ കൂടെ പോരെ, ഞാൻ 100 മീൻ കിട്ടിയാൽ 10 മീൻ നിനക്ക് കൃത്യമായിട്ട് തന്നേക്കാന്ന് പറയുന്ന ആധുനിക പെന്തക്കോസ് തിയോളജി പത്രോസിന് അറിയാൻ മേലായിരുന്നു. പത്രോസ് ദൈവത്തെ ശരിക്കും ഭയപ്പെടുമായിരുന്നു. നമ്മളാണെ പറഞ്ഞേനെ, എല്ലാ ദിവസവും നീ എന്നെ ബിസിനസ്സിൽ സഹായിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് 10%, അതായത് 100 മീൻ കിട്ടിയാൽ 10 മീൻ നിനക്ക്. അത് കേട്ട് എന്റെ പുറകെ വരുന്നയാളെ ഞാൻ ദൈവം ഒന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? അപ്പൊ നമ്മൾ ആരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്? ജോലി കിട്ടിയാൽ 10% നിനക്ക്. കർത്താവുമായിട്ട് വില പേശുവാ. ദിസ് ഈസ് വാട്ട് ഹാസ് ഹാപ്പൻഡ്. നമ്മൾ ആരും ദൈവത്തെ അന്വേഷിച്ചിട്ടില്ല. നമ്മൾ അന്വേഷിച്ച നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ, നമ്മുടെ ബുദ്ധിപരമായ ചോദ്യങ്ങൾക്ക് ഒരു മറുപടി, നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന കുറെ ആശയങ്ങൾ, ഇതൊക്കെ അന്വേഷിച്ചത്. ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കള്ളൻ ചെന്ന് പോലീസുകാരുടെ അടുത്തോട്ട് എങ്ങനെയായിരിക്കും ചെല്ലുന്നത്? ഒരു ജഡ്ജിയുടെ അടുത്തേക്ക് എങ്ങനെയായിരിക്കും ചെല്ലുന്നത്? അത് തകർന്ന് തരിപ്പണം. ഇത് മരണശിക്ഷയ്ക്ക് വിധിക്കേണ്ട പാപം ചെയ്തവനാണെന്ന് ആലോചിക്കണം. അല്ലാതെ ഹെൽമെറ്റ് വെക്കാതെ പോകുന്നവനല്ല. ഒരു പോലീസുകാരനെ അന്വേഷിച്ച് കള്ളൻ നടക്കുന്ന പോലെ ഉള്ളൂ ഈ എന്ന് പറയുന്ന പോലെ ഉള്ളൂ നമ്മുടെ ഈ ദൈവാന്വേഷണം എന്ന് പറയുന്നത്. അപ്പൊ ലോകത്തിൽ എല്ലാവരെയും പാപികളാക്കാൻ വേണ്ടി കർത്താവ് എന്ത്? പാപികളാക്കാൻ വേണ്ടിയില്ല, പാപികളെന്ന് അവർക്ക് മനസ്സിലാകാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്തു നോക്കി? 19-ാം വാക്യം പറയുന്നത്, ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏത് വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. അപ്പൊ എല്ലാരും ദൈവത്തിന് മുമ്പ് ശിക്ഷായോഗ്യരാണ്. ഞാനും നിങ്ങളും എല്ലാം. നമ്മളെ തൂക്കിയെടുത്ത് നരകത്തിലോട്ട് ഇട്ടാലും ദൂതന്മാർ പറഞ്ഞേനെ, ആ കള്ളന്മാരെ ഒരെണ്ണത്തിനെ പോലും സ്വർഗത്തിൽ കയറ്റാത്ത നമ്മുടെ ദൈവം എത്ര പരിശുദ്ധനാന്ന് പറഞ്ഞ ദൈവത്തെ ആരായ ദൈവത്തിന് ഒരു നഷ്ടം ഉണ്ടാവില്ലായിരുന്നു. സർവ്വലോകവും നരകം മാത്രം അറിയിക്കുന്നുള്ളൂ. അതുകൊണ്ട് അടുത്ത വാക്യം പറയാണ്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ഇതെന്താണ് സംഭവം? എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ന്യായപ്രമാണത്തിൽ ഒരു ജഡത്തിന് നീതീകരിക്കപ്പെടാൻ കഴിയാത്തതിന് കാരണം ദൈവത്തിന്റെ ന്യായപ്രമാണം നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ കുറെ മനുഷ്യനനുസരിക്കാൻ പറ്റുന്ന കുറെ ചെറിയ ചെറിയ കാര്യങ്ങളല്ല. അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു മാങ്ങാപ്പഴത്തോട് ഉപമിക്കാം.
ഞാൻ നിങ്ങളോട് 15 ക്യാമറ ഉണ്ട് ഇവിടെ. അപ്പൊ 15 പേരോട് 15 അതിൽ കൂടുതൽ ആൾക്കാരുണ്ട്, പക്ഷെ 15 ക്യാമറയേ ഉള്ളൂ. 15 പേരെ സങ്കല്പിച്ചു. ഞാൻ ഒരു 15 മാങ്ങാപ്പഴം കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നിട്ട് പറയാണ്, ഈ പ്രസംഗം 1 മണിക്കൂറിനുള്ളിൽ അവസാനിക്കും. അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ മാങ്ങാപ്പഴം തീർത്തിരിക്കണം. 5 മണിയാകുമ്പോൾ ഞാൻ ചോദിക്കും, മാങ്ങാപ്പഴം തീർത്തവരൊക്കെ ഒന്ന് കൈവെക്കുക. നിങ്ങളെല്ലാവരും കൈവെക്കുമായിരിക്കും, പക്ഷെ അത് കള്ളമാണ്. കാരണം മാങ്ങാണ്ടി നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്, തീർത്തിട്ടില്ല. പറ്റുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. മീശ പഠിക്കുന്ന എളുപ്പമായിരുന്നു, ചെയ്തിട്ടുണ്ട്. ആഭരണം ഒരു എളുപ്പമായിരുന്നു, ചെയ്തിട്ടുണ്ട്. വെള്ളവസ്ത്രം ഇടുന്ന എളുപ്പമായിരുന്നു, ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന എളുപ്പമായിരുന്നു, ചെയ്തിട്ടുണ്ട്. 10% എളുപ്പമായിരുന്നു, കൊടുത്തിട്ടുണ്ട്. ട്രാക്ട് വഴിയിൽ ഇരിക്കുന്നവർ കൊടുക്കുന്ന വലിയ പാടില്ലായിരുന്നു, അന്ന് ചെയ്തിട്ടുണ്ട്. പറ്റുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞു, ന്യായപ്രമാണം പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. പൂർത്തിയായിട്ടില്ല. പുറമേ ഉള്ളതെല്ലാം ചിലർ തീക്ഷ്ണത കൂടിയിട്ട് അതിന്റെ ഞെടുപ്പും തൊലിയെല്ലാം തിന്നും, പക്ഷെ മാങ്ങാണ്ടി മാത്രം തൊട്ടിട്ടില്ല. അപ്പൊ കർത്താവ് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇത് പൂർത്തിയാക്കാനാ വന്നത് എന്ന് പറഞ്ഞിട്ട് കർത്താവ് എന്ത് ചെയ്യുന്നറിയോ? അകത്തെ കട്ടിയുള്ള ഭാഗം എടുത്ത് വെള്ളോട്ട് വെച്ചു, സീഡ്. എന്നിട്ട് പറഞ്ഞു, നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുന്നുണ്ടെങ്കിൽ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളി. അടുത്ത പറഞ്ഞു, നീ നിന്റെ വീട്ടിലൊരു കല്യാണമോ അത്താഴമോ മുത്താഴമോ നടത്തുവാണെങ്കിൽ നിന്റെ സുഹൃത്തുക്കളെയോ തിരിച്ചു നിന്ന് ചായ തരുന്നതിന് വിളിക്കരുത്. കുരുടരെയും മുടന്തരെയും കുഷ്ഠരോഗികളെയും വിളിക്കുക. ഇതൊക്കെ ചെയ്തവർക്ക് കൈ പോക്കാം കേട്ടോ. മാങ്ങാണ്ടിയാ. കഴിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം ദരിദ്രർക്ക് വിട്ടിട്ട് എന്നെ അനുഗമിക്കുക. നിങ്ങളുടെ സുവിശേഷം പറയാൻ പോയാൽ ചെരിപ്പോ പൊക്കണമോ പേഴ്സോ എടുക്കരുത്. നിങ്ങൾ ഒരു കരണത്തടിക്കുന്നവന് മറ്റേ കരണം കാണിച്ചു കൊടുക്കുക, ശത്രുക്കളെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും എടുത്താൽ അതിന്റെ ചാർജർ കൊടുത്തു വിടുക. നിങ്ങളുടെ കാറിന്റെ കീ എടുത്ത് ആരെങ്കിലും കാർ തുറക്കാൻ ശ്രമിച്ചാൽ ഇതാ ഡോക്യുമെന്റ്സ് കൂടെ കൊണ്ടുപോകോളാൻ പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുക. അതായത് പുതപ്പെടുക്കുന്നതിന് ഉടുക്കും കൂടെ കൊടുക്കുക. ചെയ്തവർക്ക് കൈപോക്കാം. ഏതോ മാങ്ങാപ്പഴ തൊലിയും തിന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തിന് മുമ്പ് നിൽക്കുവോ? നിൽക്കില്ല. മനുഷ്യരുടെ മുമ്പിൽ നിൽക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ നീതി എന്ന് പറഞ്ഞാൽ മനുഷ്യരെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് എല്ലാവരും നരകത്തിൽ പോകുമെന്ന് ന്യായപ്രമാണം നമ്മളെ പഠിപ്പിക്കുക. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ രക്ഷ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ പ്രവൃത്തിയാലുള്ളൊരു നീതിയാ നടക്കില്ല. അതിന് വിശ്വാസത്താലുള്ളൊരു നീതി ദൈവം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് അപ്പോസ്തലിക ഉപദേശത്തിന്റെ ഏറ്റവും വലിയ മിറക്കിൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ നീതിയുള്ളവരാക്കി നമ്മളെ എങ്ങനെയാണ് ദൈവം മാറ്റുന്നത് എന്നുള്ളതാണ്. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇത് ഭയങ്കര കഠിനമാണെന്ന് അല്ലേ ചിന്തിച്ചത്? ഇത് വളരെ ലളിതമാണെന്നുള്ളതാണ് ക്രിസ്തുവിന്റെ സുവിശേഷം. ഇത് ദൈവത്തിന് നമ്മളെ നീതീകരിക്കാൻ വളരെ ലളിതമായ ചില വഴികളുണ്ട്, നമ്മളിൽ ഈ നീതി ഉണ്ടാക്കിയെടുക്കാൻ. ആ നീതി എങ്ങനെയാണ് ദൈവം നമ്മളിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് ഈ റോമാലേഖനം 8 വരെ നമ്മൾ പഠിച്ചിരിക്കണമെന്ന് ഞാൻ പറയാനുള്ള കാരണം. ഓക്കെ, ഈ 20-ാം വാക്യം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ 20-ാം വാക്യം എന്താ പറയുന്നത്? അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്തിൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ഇനി നമ്മൾ ഇവിടെ ഇത് നിർത്തിയിട്ട് ഗലാത്യലേഖനം 3:21 വായിക്കാം. ഇപ്പൊ 3:20, റോമാലേഖനം 3:20 വായിച്ചു. ഈ 21-ാം വാക്യം ഗലാത്യലേഖനത്തിൽ വായിച്ചു നോക്കി. ഇതിന്റെ ബാക്കി അതിന്റെ ബാക്കി പോലെയാണ് വായിക്കുന്നത്. ഞാൻ വായിക്കാം. എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? അപ്പോൾ ഇതുകൊണ്ട് പാപത്തിന്റെ പരിജ്ഞാനം വരുന്നുള്ളൂ. ഇപ്പൊ ചില ആൾക്കാർ പറയല്ലേ, ഓ ന്യായപ്രമാണമൊക്കെ വേണ്ട, അതുകൊണ്ട് പാപത്തിന്റെ പരിജ്ഞാനമേ വരുന്നുള്ളൂ, നമുക്ക് നീതിബോധം ഉണ്ടായാൽ മതി. ഓർമ്മയുണ്ടോ ഹൈപ്പർ ഗ്രേസുകാരെ? പക്ഷേ ഗലാത്യലേഖനം വായിച്ചു നോക്കി. അവിടെ പറയുന്ന 3:21 പറയുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമാണോ? ഒരു നാളുമല്ല. പിന്നെ എന്തിനാ ന്യായപ്രമാണം തന്നേക്കുന്നത്? ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. അപ്പൊ നമുക്ക് നീതി എന്ന് പറയുന്ന ന്യായപ്രമാണം അനുസരിച്ചാന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? നമുക്ക് ജീവിക്കാൻ പറ്റിയൊരു പ്രമാണം തരണമായിരുന്നു. രാവിലെ നിങ്ങൾ 5 മണിക്ക് എഴുന്നേക്കണം, അരമണിക്കൂർ പ്രാർത്ഥിക്കണം, അരമണിക്കൂർ ബൈബിൾ വായിക്കണം, ഒരു ദിവസം ഒരാൾക്കെങ്കിലും ട്രാക്ട് കൊടുക്കണം, രാവിലെ കൃത്യമായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ദശാംശം കൊടുക്കണം. ഇങ്ങനെ ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ പ്രമാണങ്ങൾ തരുമായിരുന്നെങ്കിൽ നമുക്ക് ഇതെല്ലാം ചെയ്തിട്ട് നീതി ഇതാന്ന് പറയാമായിരുന്നു. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊന്നുമല്ല പറഞ്ഞേക്കുന്നത്.
മനസ്സിലായതിന്റെ പ്രശ്നം എന്താണ്? അടുത്ത വാക്യം നോക്കിയേ. എങ്കിൽ നീതിക്ക് ആധാരമാകുമായിരുന്നു. അപ്പൊ ജീവിപ്പിക്കാൻ പറ്റിയൊരു പ്രമാണം തന്നിരുന്നുവെങ്കിൽ അത് മതിയായിരുന്നു നമുക്ക് നീതിക്ക്. പക്ഷെ ഇപ്പൊ സംഭവിച്ചേക്കുന്നത് അങ്ങനെയുള്ളതല്ല തന്നേക്കുന്നത്. അടുത്ത വാക്യം പറയാണ്, എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം ദൈവത്തിന്റെ ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിന് കീഴെ അടച്ചു കളഞ്ഞു. അപ്പൊ തിരുവെഴുത്ത് എന്തിനായിരുന്നു? നമ്മളെല്ലാം പാപത്തിന് കീഴെ അടച്ചു കളയാൻ, നമ്മൾ നിസ്സഹായരാണ് നമ്മളെ കാണിക്കാൻ വേണ്ടിയായിരുന്നു. ഇതെന്തിനു വേണ്ടിയാണ് ദൈവം ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ അതിനൊരു ചെറിയൊരു ഇല്ലസ്ട്രേഷൻ നിങ്ങളോട് പറയാം. ഉദാഹരണത്തിന്, ദൈവം എന്തിനാ എല്ലാവരും ഒരുപോലെ പാപികളായിട്ട് പ്രഖ്യാപിച്ചത്? അതിന് ദൈവത്തിന് ഒരു റീസൺ ഉണ്ട്. ആ റീസൺ ഇതാണ്. അതാണ് ദൈവത്തിന്റെ നീതി. ഈ ദൈവത്തിന്റെ നീതി എങ്ങനെ മനുഷ്യരുടെ നീതിയേക്കാളും വലുതാകുന്നതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന്, ഇപ്പൊ എന്നെ നിങ്ങൾ നോക്കിയ ശരിക്കും ഞാൻ ഒരുമാതിരി മര്യാദക്കാരനായ നല്ലൊരു മനുഷ്യനാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെന്ന് കുറച്ചു നേരത്തേക്ക് വിശ്വസിച്ചോ, അതായത് 5 മണി വരെ. ഓക്കെ, അപ്പൊ ഞാൻ സ്വർഗത്തിലോട്ട് പോവുകയാണെന്ന് വിചാരിച്ചു. എന്തിന്റെ മെറിറ്റില? എന്റെ നന്മകളുടെ മെറിറ്റിൽ ഞാൻ സ്വർഗത്തിലേക്ക് പോവാം. അപ്പൊ വേറൊരുത്തൻ മോശക്കാരൻ, ടെററിസ്റ്റ്, ഡ്രഗ് അഡിക്റ്റ്, ആർക്ക് സമാധാനം കൊടുക്കാത്തവൻ, അവൻ നരകത്തിലേക്കും പോണമല്ലോ, ന്യായമായിട്ടോ അല്ലേ? പോണം. അപ്പൊ ഈ നരകത്തിലേക്ക് പോകുന്നവൻ ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവേ, എന്നെ നരകത്തിൽ വിടുന്നത് ന്യായമാണോ? ഓക്കെ, അപ്പൊ നീതി പ്രവൃത്തി സ്വർഗത്തിൽ പോകുന്ന, നിങ്ങൾ പ്രവൃത്തികൾ അനുസരിച്ചുള്ള നീതിയിലാ പോകുന്നതെങ്കിൽ ഉള്ള പ്രോബ്ലം ഞാൻ പറഞ്ഞു. അപ്പൊ കർത്താവ് പറയും, നീ പാപിയാണ്. അപ്പൊ ഇവൻ പറയും, എന്തുകൊണ്ട് പാപിയാണ്? ചേസിനെ നീ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നുണ്ടോ, നല്ല മനുഷ്യനാന്ന് പറഞ്ഞു, എന്നെ നരകത്തിലോട്ട് വിടുന്നുണ്ട്. കർത്താവെ, ഒന്ന് ചിന്തിച്ചു നോക്കി. അവന്റെ വീട്ടിൽ ഞാനും, എന്നെ പോലെ തെരുവിൽ അവനും ജനിച്ചിരുന്നെങ്കിൽ, അവന്റെ മാതാപിതാക്കൾക്ക് ഞാനും, എന്നെ പോലെ അപ്പനും അമ്മയും ഇല്ലാതെ തെരുവിൽ ഡ്രഗ് അഡിക്ട്സിനിടയിൽ വളർന്ന അവനുമായിരുന്നെങ്കിൽ, ഞാൻ സ്വർഗത്തിലും അവൻ നരകത്തിലും ആവൂലേ? എന്നെ എന്തുകൊണ്ട് അങ്ങനെ ഒരു വീട്ടിൽ ജനിപ്പിച്ചില്ല എന്നിവൻ ചോദിച്ചാൽ എന്തു പറയും? പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ നീതി എന്ന് പറയുന്നതും മര്യാദ എന്ന് പറയുന്നതും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ നമ്മൾ വളർന്നു വന്ന സംസ്കാരത്തിന്റെയും നമ്മൾ വളർന്ന വീടിന്റെയും ഒക്കെ പ്രത്യേകതകളാണ്, മാനുഷികമാണ്. അതേസമയത്ത് ഇങ്ങനെ അവകാശം കിട്ടാതെ വളരെ ചെറുപ്പത്തിൽ അബ്യൂസ്ഡ് ആയ, ഡ്രഗ്സിനിടയിൽ ജീവിച്ച, അപ്പന്റെ അമ്മയുടെ സ്നേഹം അറിഞ്ഞിട്ടില്ലാത്ത, ജീവിക്കാൻ സർവൈവൽ ഗെയിംസ് മാത്രം അറിയാവുന്ന മൃഗതുല്യരായി തെരുവുകളിൽ ജീവിക്കുന്ന കുട്ടികൾ നമ്മളെപ്പോലെ പെരുമാറാൻ പറ്റിയല്ല. അപ്പൊ മനുഷ്യന്റെ നീതി വെച്ച് വിധിച്ചു കഴിഞ്ഞാൽ ദൈവം നീതിമാനല്ല. കാരണം ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ, ഹെറിഡിറ്റി ആൻഡ് എൻവയറൺമെന്റ് ആർ ഡിഫറെന്റ്. ദീസ് ഫാക്ടേഴ്സ് ആർ ഡിഫറെന്റ് ഫോർ ഈച്ച്. അപ്പൊ കർത്താവ് അവനോട് പറയും, മോനെ, നീ പാപിയാണെന്ന് നീ സമ്മതിക്കുന്നുണ്ടോ? ഉണ്ട്. ചേസും പാപിയാണ്, ഈക്വലാണ്. എല്ലാവരെയും ഞാൻ പാപത്തിനകത്ത് പൂട്ടിയേക്കുവാണ്. അവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, അത് ഞാൻ കണക്കൂട്ടുന്നില്ല. ഐ ഹാവ് ലോക്ക്ഡ് എവരി വൺ അണ്ടർ സിൻ. എന്തിനാണെന്നറിയോ? വിശ്വസിച്ചാൽ നീ രക്ഷപ്പെടും. നീയായാലും രക്ഷപ്പെടും, അവനായാലും രക്ഷപ്പെടും. അതുകൊണ്ട് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ, ഏത് പാപത്തിൽ കിടന്നവനായാലും വിശ്വാസത്താൽ ഞാൻ രക്ഷിക്കാം എന്നൊരു വാഗ്ദത്തം വെച്ചിരിക്കുകയാണ്. അതിനർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, ദൈവം നീതിമാനാണ്. ഒരാളുടെയും പ്രവൃത്തികളെ നോക്കുന്നില്ല. കാരണം പ്രവൃത്തികൾ ആർ ഡിപ്പെൻഡന്റ് ഓൺ സോ മെനി ഫാക്ടേഴ്സ്. യു വിൽ എഗ്രി വിത്ത് മീ, റൈറ്റ്? പ്രത്യേകിച്ചും എന്തെങ്കിലും നഴ്സിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ബയോളജി പഠിച്ചിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം, ഒരു മനുഷ്യന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ സോ മെനി ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്, ജനറ്റിക്സ്, എൻവയറൺമെന്റ്. അതനുസരിച്ച് ദൈവം വിധിച്ചാൽ തീർച്ചയായിട്ടും അത് അനീതിയായിരിക്കും. അപ്പൊ കർത്താവ് എന്ത് ചെയ്തു? എല്ലാവരെയും പൂട്ടിക്കളഞ്ഞു, സകലരെയും പൂട്ടിയിട്ട് പറഞ്ഞു, ജനറ്റിക്സും പോട്ടെ, ഹെറിഡിറ്റിയും പോട്ടെ, എൻവയറൺമെന്റ്, ഒന്നിനെ കുറിച്ചും കംപ്ലൈന്റ് പറയണ്ട, വിശ്വസിച്ചോ, നിന്നെ രക്ഷിക്കാം. സിമ്പിൾ. ഏതാ നീതി? അപ്പൊ വിശ്വാസത്താലുള്ള ഒരു നീതി വന്നേ പറ്റുമായിരുന്നു രക്ഷിക്കാൻ വേണ്ടി, അല്ലാതെ വേറൊരു വഴിയും ഉണ്ടായിരുന്നില്ല. അപ്പൊ വിശ്വാസം എന്ന് പറയുന്ന എല്ലാവർക്കും ഒരുപോലെ കോമൺ ആണ്. അത് പൗലോസ് പറയുന്നുണ്ട് എഫെസ്യ ലേഖനത്തിൽ, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ച പോലെ ശരീരം ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, അല്ലേ? ഒരേ ഫെയ്ത്ത്. സകല മനുഷ്യർക്ക് ഒരേ ഫെയ്ത്ത്. അത് ഏത് സാഹചര്യത്തിൽ വളർന്നവനാണ്ട് ഒരൊറ്റ സെക്കൻഡ്
ക്രൂശിലെ കള്ളൻ മഹാകള്ളനായിരുന്നു, ഒറ്റ സെക്കൻഡ് വിശ്വസിച്ചു, രക്ഷപ്പെട്ടു. അപ്പൊ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? വാട്ട്സ് ഇറ്റ്സ് മെക്കാനിസം? ഇത് മനസ്സിലാക്കാൻ നമ്മൾ റോമാലേഖനം 7-ാം അധ്യായത്തിലേക്ക് വരണം. റോമാലേഖനം 7-ാം അധ്യായത്തിൽ നമ്മുടെ യഥാർത്ഥ ബലഹീനത എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. നമുക്കതിന്റെ ചില വാക്യങ്ങളൊന്ന് വായിക്കാം. 14-ാം വാക്യം ഒന്ന് വായിക്കാം. ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഓക്കെ, അപ്പോൾ ഞാനാണ് പ്രശ്നം. ന്യായപ്രമാണം ഈസ് ഓക്കെ, ഫൈൻ. ഞാനാണ് പ്രശ്നം. എന്താ എന്റെ പ്രശ്നം? എനിക്ക് എന്തുകൊണ്ടാണ് ഈ ന്യായപ്രമാണം പാവബോധം വരുത്താൻ കാരണം എന്താ? ഞാൻ ജഡമയനും പാപത്തിൽ വസിക്കുന്നവനായതുകൊണ്ടാണ്. ന്യായപ്രമാണം നല്ലതാ ദൈവം തന്നതല്ലേ, നല്ലതല്ലേ? പക്ഷെ എന്റെ ജന തന്നത്, ഞാനൊരു അടിമയാണ്. ഐ എം സോൾഡ് അണ്ടർ സിൻ എന്നാ പറഞ്ഞേക്കുന്നത്. പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. ഓക്കെ, അപ്പൊ ഈ ദാസൻ സ്ലേവ് ആണ്, സ്ലേവ് ഓഫ് സിൻ. ഈ പാപത്തിന്റെ അടിമത്വം എന്ന് പറയുന്നത് എന്താ? പാപമാണ് മാസ്റ്റർ, നമ്മൾ അടിമകളാണ് എന്ന് പറഞ്ഞാൽ പാപം തീരുമാനിക്കും, നമ്മൾ ചെയ്യും. നമുക്ക് തീരുമാനിക്കാൻ പോലുള്ള അധികാരമില്ല. മാസ്റ്റർ ഡിസൈഡ്സ്, സിൻ ഡിസൈഡ്സ് വാട്ട് ടു ഡു. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപമാണോ അറിയാതെ ചെയ്യുന്ന പാപമാണോ കൂടുതൽ ഗൗരവതരം? ഒറ്റയടിക്ക് നിങ്ങളുടെ ഉള്ളിൽ വന്നില്ല, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് കൂടുതൽ ഗൗരവതരം. വി ആർ മോർ കൾപ്പബിൾ വെൻ വി ആർ ഡൂയിങ് നോൺ സിൻസ്. പക്ഷെ അറിയാതെ ചെയ്യുന്ന പാപങ്ങളാണ് നമ്മുടെ രോഗത്തെ കൂടുതൽ വെളിപ്പെടുത്തുന്നത്. അതായത് വി ഹാവ് നോ കൺട്രോൾ ഓവർ ഇൻവോളണ്ടറി സിൻസ്. വോളണ്ടറി സിൻസ് വി ക്യാൻ ലിമിറ്റ്, വി ക്യാൻ ഡിസൈഡ് നോട്ട് ടു ഡു ഇറ്റ്. We can decide not to quarrel. We can decide not to steal. We can decide to keep quiet. But involuntary sins are not within our control. We cannot decide anything because we don't know what's exactly happening. നാം ചെയ്യുന്നത് നാം അറിയുന്നില്ലല്ലോ എന്നാണ് പൗലോസ് പറയുന്നത്. ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നു. എനിക്ക് ആഗ്രഹമില്ല തിന്മ ചെയ്യണം. ഞാൻ തീരുമാനം എടുത്തിരിക്കുക, നന്നാകണം. തീരുമാനം എടുത്തെടുത്ത് മടുത്തിരിക്കും. എന്റെ ബുദ്ധിയിൽ ഒത്തിരി തീരുമാനങ്ങൾ, എല്ലാ ജനുവരി 1-നും തീരുമാനങ്ങളാണ്. ഈ വർഷം ഞാൻ കർത്താവിന് വേണ്ടി വിശുദ്ധീ. ഒരാഴ്ച കഴിയുമ്പോഴേക്കും വി ബിക്കം ദാറ്റ് ഓൾഡ് പേഴ്സൺ വൺസ് അഗൈൻ. ഹൃദയത്തിന് ആഗ്രഹമുണ്ട് നന്നാകണമെന്ന്, പക്ഷെ നമ്മൾ നന്നാകുന്നില്ല. കാരണം നമ്മുടെ ജഡം ബലഹീനമായതുകൊണ്ട്, അടിമകളായതുകൊണ്ട് നമുക്ക് നന്നാവാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കാത്ത തിന്മ, ഒരിക്കലും അരുത്, എൻ്റെ ജീവിതത്തിൽ വരരുതെന്ന് ആഗ്രഹിക്കുന്ന അതേ തിന്മകൾ തന്നെ വരുന്നു. ഇത് പൗലോസ് പറയുന്ന ഒരു അട്ടർ ഹെൽപ്ലെസ്നെസ് ആയിട്ടാണ്. ഞാൻ എന്ത് ചെയ്യും? തീരുമാനം എടുത്താൽ നന്നാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ന്യായപ്രമാണം എന്ന ഡോക്ടർ ഒരു ക്രൂരനായ ഡോക്ടറാണ്. സാധാരണ ഡോക്ടർമാർക്ക് ഒരു മയമുണ്ട്. അവർ പറയും നമുക്ക് നോക്കാം, ചികിത്സിക്കാം, ഒന്ന് കൺസൾട്ട്, ഒരു ടെസ്റ്റ് കൂടെ ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുമാതിരി ആശ്വസിപ്പിച്ചു വിടും. പക്ഷെ ന്യായപ്രമാണം അങ്ങനെയല്ല. പോക്കാന്ന് തന്നെ മുഖത്തടിച്ച പോലെ പറയുക. അതായത് ഞാൻ നിങ്ങളോട് പറയുവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ന്യായപ്രമാണം നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ നന്നാകാമെന്ന് വിചാരിക്കേണ്ട, തീരുമാനം എടുക്കേണ്ട, നിങ്ങൾ നന്നാകാൻ പോകുന്നില്ല. എങ്ങനെയുണ്ട്? ഇതാണ് ന്യായപ്രമാണം നമ്മോട് പറയുന്നത്. അത്ര കഠിനമായ ഒരു ശിക്ഷാവിധി വരാൻ കാരണം എന്താ പറയുക? നമ്മുടെ ജഡം ബലഹീനമായതുകൊണ്ട് നടക്കുകയില്ല. ഈ ജഡത്തെ കൊണ്ട് നടക്കുകയില്ല. ഇനി എത്തിയുടെ മുമ്പോട്ട് ഈ ഒരു ഹെൽപ്ലെസ്നെസ്സിലേക്ക് നിങ്ങൾ വന്നാൽ മാത്രമേ ക്രിസ്തുവിന്റെ പവർ എന്താന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ രക്ഷയുടെ പവർ എന്താന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എത്ര ഹെൽപ്ലെസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഓരോ ശിഷ്യന്മാരെയും ദൈവം അങ്ങനെ അവരുടെ കേപ്പബിലിറ്റീസ്, അവരുടെ ശക്തിയെ തകർത്തിട്ടാണ് ക്രിസ്തുവിന്റെ ശക്തി എന്താണെന്ന്, അവരുടെ ബലഹീനതകളുടെ വെളിപ്പെടും. നമുക്കത് ബൈബിൾ ത്രൂ ഔട്ട് കാണാൻ പറ്റും. പഴയ നിയമം തൊട്ട്, മോശയുടെ കാലം തൊട്ടേ അങ്ങനെ തന്നെയാണ്. അവന്റെ ബലഹീനതയിലാണ് കർത്താവിന്റെ ശക്തി വെളിപ്പെടുത്തുന്നത്. എപ്പോഴും അങ്ങനെയാണ്. ഓക്കെ, നമുക്ക് ചില വാക്യങ്ങൾ ഈ റോമർ 7 നിന്ന് നമുക്ക് വായിക്കാം. അതിന്റെ 21-ാം വാക്യം വായിക്കാം.
നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഞാൻ നന്മ ചെയ്യുന്നതാണ് എന്റെ ആഗ്രഹം, പക്ഷെ തിന്മ എന്റെ പക്കൽ ഉണ്ട് എന്നൊരു പ്രമാണം ഞാൻ കാണുന്നു, ഒരു പ്രിൻസിപ്പിൾ ഞാൻ എന്നിൽ തന്നെ കാണുന്നു. അടുത്ത വാക്യം. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എവിടെ കാണുന്നു? എവിടെ കാണുന്നു? ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. ആലോചിച്ച് നോക്കണം, ഇത് എത്ര ഭംഗിയായിട്ടാണ് ഇത് പൗലോസ് കൊണ്ടുവരുന്നത്. അപ്പൊ ശരിക്കും നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ ശരീരമാണ് പ്രശ്നം, അവയവങ്ങൾ. അടുത്ത വാക്യം പറയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന്, ചിന്തകളിൽ നിന്നല്ല, തീരുമാനങ്ങളിൽ നിന്നല്ല, നമ്മുടെ ശരീരത്തിൽ നമ്മളെ ആര് വിടുവിക്കുന്ന, അവയവങ്ങളിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയാണ് ഇത്. ഈ ലോകത്തിലുള്ള നമ്മുടെ ബയോളജിക്കൽ ഡിഫൻസ് മെക്കാനിസം ഈ പാപത്തിന്റെ ഭാഗമാണ്. ഒരുത്തർ നമ്മളെ ആക്രമിക്കുന്ന കാണുമ്പോൾ തിരിച്ചാക്രമിക്കാനും, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി വേറൊരുത്തിനെ വെട്ടാനും ഒക്കെ തോന്നിപ്പിക്കുന്ന നമ്മുടെ ബയോളജിക്കൽ നീഡാണ്. നമ്മുടെ ഓരോ പെരുമാറ്റത്തിനും പുറകില് ഹോർമോണുകളുടെയും കെമിക്കലുകളുടെയും ഒരു സിസ്റ്റമുണ്ട്. ഇത് ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴാണ് പറയുന്നെങ്കിലും പൗലോസ് 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് അവയവങ്ങളിൽ, ഗ്രന്ഥികളിൽ വ്യാപരിക്കുന്ന ഹോർമോണുകൾ, കെമിക്കലുകൾ, നമ്മുടെ റിയാക്ഷൻസിനെ, നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ആ പ്രോഗ്രാമിംഗ്, ഇത് നമ്മുടെ ശത്രുവായിരിക്കുന്നിടത്തോളം കാലം സ്നേഹിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സ്നേഹം വരുന്നില്ല. ക്ഷമിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ക്ഷമിക്കാൻ പറ്റുന്നില്ല. താഴ്മ കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ താഴ്ത്തി സമർപ്പിക്കുന്നു പറഞ്ഞാൽ അതൊന്നും താഴുന്നില്ല. എന്തുകൊണ്ട് താഴുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, താണാൽ വേറൊരുത്തർ മുകളിൽ കയറും. അത് അരുതെന്നുള്ളൊരു ഡിഫൻസ് മെക്കാനിസം എന്റെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇതിനെ കുറച്ചും കൂടെ ഇത്തിരി വിശദമായ ഒരു എക്സ്പ്ലനേഷൻ തരാൻ ശ്രമിക്കാം. നിങ്ങൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യുമെന്ന് വിചാരിച്ചു, ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഓർത്തിരിക്കും, അവൻ എന്നോട് ഞാൻ അത്ര ഉപകാരം ചെയ്തിട്ടും. മിഷണറിമാർക്ക് പൈസ കൊടുത്തെന്ന് വിചാരിച്ചോ, അവന്റെ മേൽ എനിക്കൊരു അധികാരം കിട്ടിയ പോലെ. പിന്നെ നമുക്ക് അവൻ രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതെന്നൊരു റിപ്പോർട്ട് അയക്കാൻ പറയുന്ന ഡോണേഴ്സ് ഉണ്ട്. കാരണം ഇവരെങ്ങാണ്ട് ദൈവത്തെ പോലെ ആരാധിക്കുന്ന പൈസ എടുത്തു കൊടുത്തിട്ട് അവൻ അതുകൊണ്ട് ഇറച്ചി മേടിച്ച് കഴിച്ചാൽ സഹിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവരുണ്ട്. കാരണം നമ്മൾ എവിടെയെങ്കിലും ആരെങ്കിലും സഹായിച്ചാൽ പിന്നെ അവന്റെ മേൽ നമുക്കൊരു അധികാരം ഉണ്ടെന്ന് അങ്ങ് ചിന്തിക്കുക. അപ്പൊ അവയവങ്ങളിൽ ഇത് വന്നു കഴിഞ്ഞു. നിന്റെ പൈസയും കൊണ്ടാണ് അവൻ തൂത്താലും വെട്ടിയാലും ഈ സാധനം പോവുകയല്ല. നിങ്ങൾ കേരളത്തിൽ വരുമ്പോൾ നിങ്ങളുടെ സഭയ്ക്ക് സഭാ ഹോള് പണിയാൻ വേണ്ടി കുറച്ച് പൈസ കൊടുത്തെന്ന് വിചാരിച്ചു, പാസ്റ്റർ നിങ്ങളെ മൈൻഡ് ചെയ്തില്ലെന്ന് വിചാരിച്ചാൽ പൈസ മേടിച്ച് പോക്കറ്റ് രസീത് തന്നിട്ട് പാസ്റ്റർ പണിക്ക് പോയി നിങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം ആ അവയവങ്ങൾ കിടന്ന് നിലവിളിക്കും. ഒരു നന്ദി പോലും ആ മനുഷ്യൻ പറഞ്ഞില്ല, ചുമ്മാ കൊണ്ടേ പൈസ കൊടുത്തു. പറയാതിരിക്കുകയല്ല, അത് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ വ്യാപരിക്കും. ഇതേ റിയാക്ഷനാണ് ചില പാട്ടുകൾ നമ്മൾ പാടുമ്പോൾ, അവൻ ആർക്കും കടക്കാരനല്ല എന്ന് പറഞ്ഞ എന്നാ അർത്ഥം അറിയാം. പണ്ട് ഞാൻ കുറച്ച് ട്രാക്ടൊക്കെ കൊടുത്തിട്ടുണ്ട്, പലരോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. കളവായിട്ട് ചെയ്തതാണ്, ദൈവത്തിന് കടമായിട്ട് ചെയ്തതാണ്. അവൻ കടക്കാരനല്ലാത്തതുകൊണ്ട് അതിന്റെ എല്ലാം കടം ഇപ്പൊ വീട്ടേണ്ടതാണ്, വീട്ടുന്നില്ല. അപ്പൊ അത് പാടി നടക്കുവാണ്. വീട്ടു കർത്താവെ എന്റെ കടം വീട്ട്, ഞാൻ എന്നാലും ട്രാക്ടർ കൊടുത്ത് നിനക്ക് ഓർമ്മയില്ലേ, ഞാൻ 0.10% വെച്ച് നിനക്ക് തന്നത് ഓർമ്മയില്ലേ, അത് കടം വീട്ട് എന്ന് പറയുന്നത് ശരിക്കും ഈ സിൻഫുൾ റിയാക്ഷൻ ഓഫ് അവർ ബയോളജിക്കൽ സിസ്റ്റം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഈ ഹോർമോണുകൾ, അഡ്രിനാലിൻ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എറിഞ്ഞ് പൊട്ടിച്ചേ പറ്റും, ആരെങ്കിലും തലക്കെട്ടടിച്ചേ പറ്റും, അല്ലെ നല്ല ചീത്തയെങ്കിലും പറഞ്ഞു വല്ല സമാധാനം കിട്ടില്ല. അപ്പൊ ചുറ്റിരിക്കുന്ന ആൾക്കാർ ഒന്ന് കൂൾ ഡൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂൾ ഡൗൺ ആണ് ഈ സാധനം അടങ്ങണം. വി ആർ സ്ലേവ്സ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നിങ്ങൾക്ക് ഒരു പ്രസംഗത്തിലും കിട്ടാൻ പോകും. സൈക്യാട്രിസ്റ്റ് എടുത്തു നിന്ന് കഴിഞ്ഞാൽ അവർ മയക്കി കിടത്തും. നീതി ഉണ്ടാക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. കൂടിപ്പോയാൽ മയക്കി കിടത്തും.
ഈ ഹോർമോണുകൾക്ക് എന്ത് വഷളത്തരവും കാണിക്കാൻ നമ്മളെ കൊണ്ട് സാധിപ്പിക്കും. പക്ഷെ ഈ ഹോർമോണുകൾക്കൊന്നും കർത്താവിന്റെ കൽപ്പന അനുസരിക്കാനുള്ള സ്നേഹം ഉണ്ടാക്കാൻ പറ്റും, അകപ്പ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു കൽപ്പനയും അനുസരിക്കാനുള്ള ശക്തി നമ്മുടെ ശരീരത്തിനില്ല. ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ, ഓ ഹോർമോൺ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു ബ്രദറെ, ഭയങ്കര ദേഷ്യം വരും എല്ലാവരോടും. പക്ഷെ ഇന്നേ അവർ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഹോർമോൺ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു ബ്രദറെ, എല്ലാവരും ഭയങ്കര സ്നേഹവും കരുണയും ഒക്കെ തോന്നുന്നു? ഇന്നേ അവർ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആരും പറയല്ല. അങ്ങനെ വരികയില്ല. ഇത് ഏത് കോമ്പിനേഷനിൽ ഹോർമോൺ കൂടുകയും കുറയും ചെയ്താലും വഷളായിട്ട് മാത്രമേ പോകും. അത് നോർമലായിട്ട് നിൽക്കുന്നത് തന്നെ ഒരു വഷളത്തരമാണ് ദൈവത്തിന്. എന്ന് പറഞ്ഞാൽ ദർ ഇസ് നത്തിങ് ഗുഡ് ഇൻ അവർ ബോഡി. സമാധാനമായില്ല എല്ലാവർക്കും? ഇനി ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതിന്റെ പ്രയോഗമാണ് നമ്മൾ പലപ്പോഴും ദൈവത്തോടുള്ള സ്നേഹമായിട്ടൊക്കെ വ്യാഖ്യാനിക്കുന്നത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇത് നിൽക്കുള്ളൂ. ഈ ഡോപ്പമിൻ്റെ പ്രത്യേകത, ഇപ്പൊ നമ്മൾ പുതിയൊരു മൊബൈൽ ഫോൺ കിട്ടിയാൽ അത് തുടച്ച് തൂത്തും അതിന്റെ സിസ്റ്റം ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും. 5-6 ദിവസം കഴിയുമ്പോൾ പിന്നെ അത് അതിന്റെ വഴിക്കും. അതുപോലെ വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ ആദ്യം ഭയങ്കര കഴുകലും തുടയ്ക്കലും പോളിഷിങ്ങും ഒക്കെ ആയിരിക്കും. പിന്നെ കുറെ നാൾ അതിനെ പിന്നെ മൈൻഡ് ചെയ്തു. അവർ കല്യാണം കഴിച്ചാൽ ആദ്യം കുറെ നാൾ കൈ പിടിച്ച് കെട്ടിപ്പിടിച്ച് നടക്കും, പിന്നെ അതിലെങ്കിലും ആട്ടെന്ന് വിചാരിക്കും. ടോയ്സ് മേടിച്ചാലും പിള്ളേരാണെങ്കിലും ആദ്യം കുറെ നാൾ കൊണ്ടു നടക്കും, പിന്നെ എറിഞ്ഞു പൊട്ടി. ഇത് ഡോപ്പമിന്റെ പ്രത്യേകതയാണ്. ദൈവത്തോടുള്ള സ്നേഹം അങ്ങനെയാണ്. വന്നു കഴിയുമ്പോൾ ഭയങ്കര ഉത്സാഹം, ട്രാക്ട് കൊടുക്കുന്നു, പ്രസംഗിക്കുന്നു. ഒരു പ്രസംഗം കേൾക്കുമ്പോഴേക്കും നല്ല പ്രസംഗമായിരുന്നു ബ്രദറെ, ഭയങ്കര തകർത്തു. അപ്പൊ നമ്മുടെ ഉള്ളിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടായി. 2 ദിവസം കഴിയുമ്പോൾ അതൊക്കെ മറന്ന് നമ്മൾ കഞ്ഞിയും കറിയും വെച്ച് ജീവിക്കണം, നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ, ഉപജീവന ചിന്തകൾ തീർന്നു. വി ആർ സ്ലേവ്സ് ഓഫ് അവർ ഓൺ ബോഡി. എന്ത് ചെയ്യും? ഇതിൽ നിന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഒരു വഴിയും ഒരു മതവും പറഞ്ഞു തരികയില്ല. നന്മ തിന്മകളുടെ കാര്യം പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷെ എങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന്, നാശകരമായ ശരീരത്തിൽ തന്നെ ആര് വിടുവിക്കും എന്നുള്ള ചോദ്യത്തിന് മാത്രം ഒരു പ്രസംഗവും ഇല്ല, ഉത്തരവും ഇല്ല, ഒന്നുമില്ല. അതിന് പൗലോസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ശാസ്ത്രജ്ഞന്മാര് പ്രോബ്ലത്തെ അനലൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ശാസ്ത്രജ്ഞന്മാർ മാത്രമല്ല, ഹിന്ദു ഫിലോസഫിയിലും ഈ മനുഷ്യനും ചെയ്യുന്നതെല്ലാം മായയാണെന്നും അതുകൊണ്ടൊന്നും ഒരു ഗുണവും ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞില്ല. എന്ത് ചെയ്താൽ? പക്ഷെ അതിന്റെ സൊല്യൂഷൻ ആർക്കും ഇല്ല. ഇപ്പൊ നിങ്ങളുടെ തലയിലുള്ള സകല ബുദ്ധിയുണ്ട്, എന്റെ മുമ്പിൽ നല്ല ബുദ്ധിയുള്ളവരും നല്ല പ്രൊഫഷണൽസ് ഒക്കെ കാണുമല്ലോ, ഒന്ന് ബുദ്ധി കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ രക്ഷപ്പെടുന്നു. കർത്താവരും രക്ഷപ്പെടും നമുക്കറിയാം. തേജസ്കരണം പ്രാപിക്കും, പിന്നെ ഈ ശരീരത്തിലെ ഹോർമോൺ ഒന്നും വർക്ക് ചെയ്യത്തില്ല. പക്ഷെ അതുവരെ നമ്മളിവിടെ വിശുദ്ധ ജീവിതം നയിച്ച് അനുസരിക്കണ്ടേ, നീതീകരിക്കപ്പെടണ്ടേ, വിശദീകരിക്കപ്പെടണ്ടേ? എന്ത് ചെയ്യുന്ന എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഈ ശരീരം അതിനു മുമ്പ് ഇല്ലാതാവുമോ? ഇല്ല. ശരീരം നന്നാവുമോ? ഇല്ല. അപ്പൊ പ്രവൃത്തി കൊണ്ട് രക്ഷപ്പെടില്ല. അപ്പൊ പിന്നെ ദൈവം എന്ത് ചെയ്തു? അതിന് വേറൊരു വഴി ഉണ്ടാക്കി. ഈ വഴിയാണ് നമ്മൾ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നമ്മളെ നീതിമാന്മാരാക്കുന്നത് എന്നുള്ള മെക്കാനിസമാണ് ഇനി നമ്മൾ ബാക്കിയുള്ള സമയത്ത് കാണാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ 7-ാം അധ്യായത്തെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ചിന്തിക്കാം. ഒന്നും ചെയ്യാൻ കഴിയാത്ത, എല്ലാ എക്സാമിനേഷനും 0 അല്ലാതെ ഒന്നും സ്കോർ ചെയ്യാത്ത കുറെ മണ്ടന്മാരായ പിള്ളേരാണ് നമ്മളെല്ലാവരും എന്ന് വിചാരിച്ചോ എല്ലാവരും? പിന്നെ രഹസ്യം പറയാം, ഈ മണ്ടന്മാർക്ക് മാത്രമേ സുവിശേഷം പ്രയോജനപ്പെടുള്ളൂ. അതായത് എന്നിൽ ഒരു നന്മയും ഇല്ല എന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ബോധ്യമില്ലെങ്കിൽ ഇനി മുമ്പോട്ട് പറയുന്ന സുവിശേഷം നിങ്ങൾക്കുള്ളതല്ല. നിങ്ങളുടെ ഏതെങ്കിലും നീതി പ്രവൃത്തിയെ നല്ലതായിട്ട് നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടണം. ഈ സുവിശേഷം നിങ്ങൾക്കുള്ളതല്ല. ഞാൻ ചെയ്തതൊക്കെയും ക്രിസ്തുവിന്റെ നിലവാരം വെച്ച് നോക്കിയാൽ വെറും പൊട്ടയാണ്. ഇതൊക്കെ മനുഷ്യന്റെ മുമ്പിൽ മറയ്ക്കാനുള്ള അത്തീരകൾ മാത്രമായിരുന്നു. ദൈവം വന്ന് ചേസേ നീ എവിടെയും ചോദിക്കുമ്പോൾ അത്തീല ഇട്ടോണ്ട് തന്നെ ഞാൻ നഗ്നനായി നിൽക്കേണ്ടി വരുമെന്നു. ആദ്യം അത്തീല ഇട്ടോണ്ടാ കർത്താവിന് മുമ്പിൽ നഗ്നനാന്ന് പറഞ്ഞത്. കാരണം മനുഷ്യന്റെ മുമ്പിൽ മറയ്ക്കാനുള്ളതൊക്കെ അവനുണ്ടായിരുന്നു. പ്രാർത്ഥന, മതപരമായ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ദൈവം വന്ന് വിളിച്ചപ്പോൾ കുഞ്ഞാടിന്റെ നീതിവസ്ത്രം ഇല്ലാത്തതുകൊണ്ട് അവൻ ദരിദ്രനും നഗ്നനുമായിരുന്നു. അവൻ അത്തീല തുന്നി ഉടുപ്പൊക്കെ ഇട്ടതാ. ഹവ്വ പറഞ്ഞും കാണും നല്ല സൂപ്പർ ഉടുപ്പാണ്. പക്ഷെ കർത്താവ് വന്നപ്പോൾ അതേ അത്തീലയിട്ട് ഉടുപ്പും കൊണ്ടാണ് അവൻ ഓടിയത്. ഓടി മരത്തിന്റെ പുറകെ മറിഞ്ഞു നിന്നിട്ട് പറയാണ്, നിന്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ നഗ്നനായി. ഇപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചിരിച്ചു കാണിക്കുന്നു, പ്രൈസ് ദ ലോർഡ് ബ്രദറേ എന്നൊക്കെ പറയുന്നു. വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചിട്ട് പോലെ എത്ര നാളായി കണ്ടിട്ട്. ഇതൊക്കെ അത്തീലകളായിരിക്കാം. അകത്ത് ഇതൊന്നും ആയിരിക്കില്ല ഓടുന്നത്. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവസാനം വന്ന് ചേസേ നീ എവിടെയും ചോദിച്ചു കഴിയുമ്പോൾ ഞാന് അയ്യോ നഗ്നായിരുന്നു. അപ്പൊ കർത്താവ് നേരെ കാണുന്നത് നമ്മുടെ അഭിനയമല്ല, അകമാണ്. അതാണ് പ്രശ്നം. ഇത് ഭയങ്കര പ്രശ്നമാണ്. എബ്രായ ലേഖനം 4:13 പറയുന്നുണ്ട്, നമുക്ക് കാര്യമുള്ളത് അവനോടാണ്, അവന്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നുമായി കിടക്കുന്നു. അപ്പോ
ഇങ്ങനെ ഒരു ദൈവത്തിന് മുമ്പിലേക്ക് നമ്മൾ ഇങ്ങനെ ചെന്ന് സീറോ ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ കർത്താവിന്റെ സുവിശേഷം നമുക്കുള്ളതല്ല. അതുകൊണ്ടാണ് ദൈവം എല്ലാവരും പാപത്തിന് കീഴ് അടച്ചു കളഞ്ഞത്. പാപത്തിന് കീഴ് നമ്മൾ അടയ്ക്കപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് സുവിശേഷം എന്ന നീതിയുടെ വഴി തുറക്കില്ല. അതുകൊണ്ടാണ് മാനസാന്തരപ്പെടുന്നവർക്ക്, പാപികൾക്ക് മാത്രമാണ് സുവിശേഷം. നീതിമാന്മാർക്കോ രോഗമില്ലാത്തവർക്കോ സുവിശേഷം പ്രയോജനപ്പെടുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഇനി ഞാനൊന്ന് വിശദീകരിക്കാം. ഇനി നിങ്ങൾ കുറച്ചു നേരത്തേക്ക് ആ ചിന്ത ഒന്ന് മാറ്റിയിട്ട് 15 പേരുള്ള ഈ ക്ലാസ്സിൽ ഞാൻ മാത്രമാണ് മണ്ടൻ എന്ന് വിചാരിക്കും. ഓക്കെ, ഞാൻ മാത്രമെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ മാത്രമെന്ന് വിചാരിച്ചോ. അല്ല, എന്റെ കാര്യം വിചാരിച്ചിട്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ല. ഓക്കെ, അപ്പൊ എല്ലാ പരീക്ഷയ്ക്കും തോക്കുന്ന ആളാണ് ഞാൻ വിചാരിച്ചു. ജയിക്കാൻ ഒരു വഴിയുമില്ല. എനിക്ക് ബുദ്ധിയില്ല, ശരീരം തന്നെ പോക്കാം, ഫുള്ളി ഗോൺ, ഒന്നും അറിയില്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? ജയിക്കണം. ഇതാണ് സുവിശേഷത്തിലെ ക്രൈസിസ് എന്ന് പറയുന്നത്. എന്താണ് വഴി? ഞാനിങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കും. എക്സാമിനേഷൻ അടുത്ത് വരുന്നു. കോവിഡ് മാറി, എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്യുന്നൊക്കെ വിചാരിച്ചിട്ട് നടക്കുന്നില്ല. വരുവാണ്, എന്ത് ചെയ്യും? ഞാനിങ്ങനെ വിഷമിച്ച് സീറോ മേടിക്കുള്ളൂ. സീറോയ്ക്കുള്ള അരമാർക്ക് പോലും ഇന്നേ വരെ ആരും എൻ്റെ പേപ്പറിൽ ഇട്ടിട്ടില്ല. അപ്പോൾ ഒരു സാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേച്ചേ, നിനക്ക് ഞാനൊരു നല്ല വാർത്ത പറയും. ഞാൻ പൊട്ടിപ്പൊളിഞ്ഞിരിക്കും കേട്ടോ. ഈ റോമാലേഖനം 7-ാം അധ്യായം എനിക്ക് മനസ്സിലായത് ഞാൻ ശരിക്കും ജീവിതത്തിൽ പൊളിഞ്ഞ ശേഷമാണ്. പൊളിയുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, 2017 ജൂലൈ മാസത്തില്, ജൂലൈ ആണോ ഓഗസ്റ്റ് മാസത്തില് ഞാൻ ബാംഗ്ലൂരില് ഞങ്ങളുടെ ഒരു മകൻ HIV പോസിറ്റീവാണ്, അഡോപ്റ്റഡ് മോനാണ്. അവന് അവന്റെ അമ്മയിൽ നിന്ന് കിട്ടിയത്. അമ്മയൊക്കെ മരിച്ചുപോയി, അവർക്ക് വേറെ ആരും ഇല്ല. അപ്പോൾ ഞങ്ങളുടെ അപ്പം ഞങ്ങൾ ഇവനൊരു കെയർ സെന്ററിൽ, ബാംഗ്ലൂർ ഒരു കെയർ സെന്ററിലാക്കിയിരിക്കുക. അപ്പൊ ഞാൻ ഇവനെ ഒരു ദിവസം കാണാൻ ചെന്നു. ഞങ്ങൾ എല്ലാവരും ഉണ്ട്, കുടുംബമായിട്ട് ഇവനെ കാണാൻ ചെന്നു. ഒരു 2-3 മണിക്കൂർ അവനോട് ചെലവഴിച്ചു. തിരിച്ച് കാറിൽ കയറിയിട്ട് കാർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒന്നും കൂടെ അവനോട് ഇറങ്ങി ചെന്നിട്ട് ഒരു ബൈ പറഞ്ഞിട്ട് പോരാ. ഞാൻ ഒന്നുകൂടെ ഇറങ്ങി അവൻ്റെ അടുത്ത് ചെന്നിട്ട് അവനെ ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, പപ്പ പോവാ, അടുത്ത മാസം വരാം. ഇവൻ എന്നെ വട്ടം അങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് ഒരൊറ്റ കരച്ചിലായിരുന്നു. കരച്ചിലെന്ന് പറഞ്ഞാൽ കരഞ്ഞ് കണ്ണുനീര് കൊണ്ട് എൻ്റെ ഷർട്ട് മുഴുവൻ നനഞ്ഞു. ഞാൻ വിചാരിച്ചു അവനെ കരഞ്ഞങ്ങ് തീർക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം നിന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻ ചിരിച്ചു, സന്തോഷമായി, ബൈ ബൈ പറഞ്ഞു. ഞാൻ തിരിച്ചു പോന്നു. കാറിൽ കയറി തിരിച്ചു പോരുന്ന വഴിക്ക് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, എന്തുകൊണ്ടാണ് എനിക്ക് അവനെ എൻ്റെ മകനെ പോലെ, സ്വന്തം രക്തത്തിൽ പിറന്ന മകനെ പോലെ എൻ്റെ വീട്ടിൽ നിർത്താൻ പറ്റാത്തത്? അപ്പൊ കർത്താവ് പറഞ്ഞു, അത് നിന്റെ സ്വന്തം രക്തം അല്ലാത്തതുകൊണ്ട്. തകർന്ന് തരിപ്പണമായി. ഞാൻ വലിയ നീതിപ്രവൃത്തിയായിട്ട് വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവ്, 3 വയസ്സായപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന 10 വർഷം ഞങ്ങളുടെ കൂടെ ആയിരുന്നു. ഞങ്ങൾ അവനെ എടുത്തുകൊണ്ട് നടന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, എൻ്റെ പേരിട്ട് സ്വന്തം മകനെന്ന് പറഞ്ഞ് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു. ഞങ്ങളുടെ പിള്ളേരുടെ ആഹാരം കഴിച്ചു, ഞങ്ങളുടെ താമസിച്ചു. 10 വർഷമായപ്പം കഴിഞ്ഞപ്പോൾ അവന് TBയുടെ ലക്ഷണങ്ങൾ വന്നു തുടങ്ങി. ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമായിട്ട് വന്നു. ഞങ്ങൾ വീട്ടിൽ കെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റു പിള്ളേർക്ക് HIV പകരില്ലെങ്കിലും അങ്ങനെ സാധ്യതയില്ല. എങ്കിൽ പോലും മറ്റു രോഗങ്ങൾ, സെക്കൻഡറി ഇൻഫെക്ഷൻസ്, രോഗങ്ങളൊക്കെ വരാം. അതുകൊണ്ട് വീട്ടിൽ താമസിപ്പിക്കുന്ന അവന് സേഫ് അല്ല. കണ്ടിന്യൂസ് മെഡിക്കൽ അറ്റൻഷൻ വേണമെന്ന് ആയപ്പം ഞങ്ങൾ ബാംഗ്ലൂരിലുള്ള കെയർ സെന്ററിലേക്ക് അവനെ മാറ്റിയതാണ്. തന്നെയല്ല, കേരളത്തിലേക്ക് ഞങ്ങൾ പോരുമ്പോൾ ഇവനെ ഇവിടെ കൊണ്ടുവന്ന് എവിടെ പഠിപ്പിക്കും? കേരളത്തിൽ ഇത് ഭയങ്കര ഡിസ്ക്രിമിനേഷനാണ്. ഇതിനുള്ള കെയറൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. അപ്പൊ എവിടെയെങ്കിലും ആക്കിയേ പറ്റുമായിരുന്നുള്ളൂ. കർത്താവെ, 10 വർഷം അവനെ ഞാൻ നോക്കിയതല്ലേ, എന്നിട്ട് ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടല്ലേ ഞാൻ അവനെ അവിടെ വിട്ടത്? ഞാൻ കർത്താവിനോട് ഇങ്ങനെ റീസൺ ചെയ്യുക വണ്ടിയിലിരുന്നുണ്ട്.
അപ്പൊ കർത്താവ് പറഞ്ഞു, നോ, എക്സ്ക്യൂസ് പറയാൻ നീ എന്നും മിടുക്കനാണ്. പക്ഷെ നീ അവനെ ഇവിടെ വിട്ടത് അത് നിന്റെ രക്തമല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഒരു നിമിഷം ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക, ഒരു നിമിഷം ഞാൻ സ്റ്റണ്ണായിട്ട് പോയി. ശരിയാ, ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോ സംഗതി ശരിയാ, കർത്താവ് പറഞ്ഞാ ശരി. ഒരു നിമിഷം ഞാൻ വെച്ചാൽ എന്റെ സ്വന്തം മകനായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവനെ ഹോസ്പിറ്റലാക്കേണ്ടി വരുമായിരുന്നിരിക്കാം. പക്ഷെ ഞാൻ അവനെ ബാംഗ്ലൂരിൽ വിട്ടിട്ട് കൊച്ചിയിൽ വന്നൊരു വാടക വീട് എടുക്കില്ല, ബാംഗ്ലൂരിൽ തന്നെ എടുത്ത് അവന്റെ അടുത്ത് തന്നെ താമസിച്ചാൻ. എല്ലാ ദിവസവും രാവിലെ അവന്റെ അടുത്ത് പോയി ഇന്ന് കരഞ്ഞാൻ, ഞാൻ നിലവിളിച്ചുകൊണ്ട് നടന്നേനെ. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും എൻ്റെ ഹൃദയത്തിൽ വരുന്നില്ല. എനിക്ക് അവന് നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്നുണ്ട്. പക്ഷെ അവനെ അങ്ങനെ സ്നേഹിക്കുന്നില്ല എന്ന് എൻ്റെ ഉള്ളിൽ മനസ്സിലായി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഞാൻ കേരളത്തിൽ നിന്ന് മാറി കർണാടകയിൽ വന്ന് ബാംഗ്ലൂർ വന്ന് താമസിക്കാം, നീ എന്ത് പറഞ്ഞാലും അനുസരിക്കാം. കർത്താവ് പറഞ്ഞു, നീ ആ കോമ്പൗണ്ടിനകത്ത് വീട് വെച്ച് താമസിച്ചാലും നിന്റെ ശരീരത്തിൽ നിന്ന് ഇതുണ്ടാവൂല. യു ആർ ഡെഡ് ഇൻ ദാറ്റ്. നിന്റെ ശരീരം ഡെഡാണ്. ശരീരം പാപനിമിത്തം മരിക്കേണ്ടതാണ്. അതിൽ ഒരു നന്മയും വസിക്കുന്നില്ല, നിന്നെ കൊണ്ട് കഴിയില്ല. ഇവിടെയാണ് റോമർ 7 എനിക്ക് മനസ്സിലായത്. കഴിയില്ല. ഡിമാൻഡ് അതാണ്. അവനെ വീട്ടിൽ താമസിപ്പിച്ചാൽ പോരാ. ക്രിസ്തു എന്നെ സ്നേഹിച്ച പോലെ അവന് വേണ്ടി ജീവൻ കളയണം. സോ ഐ ഫെയിൽഡ്. അപ്പൊ എനിക്ക് മനസ്സിലായി, മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഹെൽപ്ലെസ്നെസ് ആണ് റോമർ 7 എന്നെ പഠിപ്പിച്ചത്. അപ്പൊ ഇങ്ങനെ ഞാൻ ഇരിക്കുമ്പം നിവൃത്തിയില്ലാതെ തോറ്റ് തുന്നം പാടി എങ്ങനെ ജയിക്കണം എന്നറിയത്തില്ല. എല്ലാ മാർക്കിലും കർത്താവ് 0 ഇടുള്ളൂ എന്നറിയാം. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ ടീച്ചർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്, നിനക്കൊരു നല്ല വാർത്തയുണ്ട്. ഞാൻ ചോദിക്കും, എന്താ ടീച്ചർ നല്ല വാർത്ത? ഈ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ ഇടുന്നത് ഞാനാണ്. ഞാൻ പറഞ്ഞു, ടീച്ചർ എന്ത് ചോദ്യപേപ്പർ ഇട്ടാലും എനിക്ക് അറിയണ്ടേ, എഴുതാൻ പറ്റുന്നില്ല. കാരണം ചോദ്യം നമുക്ക് നേരത്തെ അറിയാം, സ്നേഹിക്കണം, കരുണ കാണിക്കണം, ക്ഷമിക്കണം. അറിയാൻ മേലാഞ്ഞിട്ടല്ലല്ലോ, ശരീരത്തിൽ ഇതില്ല. ഓക്കെ. അപ്പൊ ടീച്ചർ പറഞ്ഞു, ശരിയാ, നിനക്ക് ചോദ്യപേപ്പർ നേരത്തെ കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. ഇനി ഒരു നല്ല വാർത്ത കൂടെയുണ്ട്, ഞാനാണ് നിന്റെ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ടീച്ചർ അത് കൊള്ളാം. ടീച്ചർ ഒരു കാര്യം ചെയ്യാം, 35 മാർക്ക് വേണമല്ലോ പാസ്സാകാൻ. അതുകൊണ്ട് അവിടെ ഇവിടെ എല്ലാം 5, 3, 8, 2 ഒക്കെ ഇട്ട് എങ്ങനെയെങ്കിലും എനിക്കൊരു 35 ഒന്ന് കിടത്തി തരാമെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് പോകാം. അപ്പൊ ടീച്ചർ പറഞ്ഞു, 2 പ്രശ്നമുണ്ട്. ഒന്ന്, ജയിക്കാൻ 35 പോരാ, 100-ൽ 100 ഉള്ളവരെ ജയിക്കുള്ളൂ. കാരണം ഏതെങ്കിലും ഒരു കൽപ്പനയിൽ തെറ്റിയാൽ എല്ലാത്തിലും തെറ്റിയ പോലെയാണ്. 2, എനിക്ക് നിന്റെ പരീക്ഷാ പേപ്പറിൽ അനധികൃതമായി മാർക്കിടാനും കഴിയില്ല. പൊട്ടി. 2 വഴി നടക്കില്ല. അപ്പം ഒരു വഴിയും ഇല്ല ശരിക്കും. അപ്പൊ ടീച്ചർ പറയാണ്, ഒരു നല്ല വാർത്ത എങ്ങനെയുണ്ട്? ഞാൻ ചോദിച്ചു, ഇനി നല്ല വാർത്തയോ? ഇനി എന്ത് ചെയ്യാനാണ്? നിങ്ങൾക്ക് എന്തെങ്കിലും പിടികിട്ടുന്നുണ്ടോ? എന്തെങ്കിലും നല്ല വാർത്തയുണ്ടോ? മനുഷ്യൻ ഹോപ്പ്ലെസ്, കംപ്ലീറ്റ് ഹോപ്പ്ലെസ്. അപ്പൊ പറയാണ്, കേരളത്തിലെ ഗവൺമെന്റിനൊക്കെ ഉണ്ട്, ഇംഗ്ലണ്ടിൽ ഉണ്ടോന്ന് അറിയാൻ മേല, ഡിസ്ലെക്സിയ ഉള്ള കുട്ടികൾക്ക്, അതായത് ലേണിംഗ് ഡിസോർഡർ ഉള്ള പിള്ളേർക്ക് ഒരു സ്ക്രൈബിനെ വെച്ച് എക്സാം എഴുതിപ്പിക്കാം. ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തൊരു മോൾ സ്ക്രൈബിനെ വെച്ച് എക്സാം എഴുതിയ 10ാം ക്ലാസ് പാസ്സായിരുന്നു. അവൾ പല ട്യൂട്ടേഴ്സിനെ എടുത്ത് വിട്ടിട്ട് ഒന്നും പഠിക്കാൻ പറ്റിയില്ല. അവസാനം പഠിക്കാനുള്ള നിവൃത്തി, ബാക്കി എല്ലാത്തിനും നല്ല ബുദ്ധിയാണ്, ഭയങ്കര ബുദ്ധിയാണ്, പക്ഷെ ഇത് മാത്രം പറ്റി. അപ്പൊ നിനക്കൊരു സ്ക്രൈബിനെ വെച്ച് എക്സാം എഴുതിപ്പിക്കാം എന്ന് ടീച്ചർ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ടീച്ചറെ സ്ക്രൈബിനെ കിട്ടിയിട്ട് എന്ത് കാര്യം? ഞാൻ പറഞ്ഞു കൊടുക്കുന്നതല്ലേ അവൻ എഴുതുള്ളൂ. അപ്പൊ എനിക്കൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ ഒരു സ്ക്രൈബിനെ വെച്ച് എഴുതിയാൽ ഞാൻ പറയണ്ടേ? പറഞ്ഞാലേ അവൻ എഴുതാൻ പറ്റുള്ളൂ. അവനൊന്നും അറിയത്തില്ലല്ലോ. അതെങ്ങനെയാണ് നല്ല വാർത്തയാകും? അതെങ്ങനെയാണ് എനിക്ക് 100 മാർക്ക് കൊണ്ടു തരുന്നത്? അപ്പൊ ടീച്ചർ പറഞ്ഞു, മോനെ, നിന്റെ പരീക്ഷാ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആരാന്നറിയോ? അത് ടീച്ചർ.
മാർക്കിടുന്ന ആരെന്നറിയാം? അത് ടീച്ചർ തന്നെ. നിന്റെ സ്ക്രൈബും ഞാൻ തന്നെയാണ്. എത്ര മാർക്ക് കിട്ടും? എത്ര മാർക്ക് കിട്ടും? 100 മാർക്ക് കിട്ടാൻ വേറെ ഒരു വഴിയില്ല. ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ക്രിസ്തു എന്നിൽ എനിക്ക് പകരം വസിക്കുക. ഞാൻ മരിച്ചു, ഇനി ഞാൻ ജീവിക്കില്ല, പകരം ക്രിസ്തു. ഈ 100 എന്നുള്ളത് 90 ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാം? ഞാൻ പണിയാൻ തുടങ്ങിയാൽ മതി, അപ്പൊ 90 ആയിക്കോളും. ഇതാണ് വേദപുസ്തകം പറയുന്ന സൊല്യൂഷൻ. ഇങ്ങനെയൊക്കെ ബൈബിളിലുണ്ടോ? പിന്നെ ഇല്ലാതെ. റോമർ 8 വായിച്ചു നോക്കി, ഇതിന്റെ ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിത് ചുമ്മാ ഉണ്ടാക്കിയ കഥയല്ല. റോമർ 8ന്റെ 3ഉം 4ഉം വായിച്ചു നോക്കി. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കാൻ. അത് എത്ര നേരം പറഞ്ഞോണ്ടിരുന്നത്? ജഡം ബലഹീനമായതുകൊണ്ട് ന്യായപ്രമാണം നിറവേറുന്നില്ല. അത് സാധിപ്പിക്കാൻ ദൈവം എന്ത് ചെയ്തു? ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സദൃശ്യത്തിലും പാപനിമിത്തവും ലോകത്തിലേക്ക് അയച്ചു. ഒരു പകരക്കാരനെ എനിക്ക് വേണ്ടി വിട്ടു. എന്റെ ജഡം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഈ ന്യായപ്രമാണം പൂർത്തിയാക്കപ്പെടാൻ പറ്റുന്നില്ല. പിന്നെ ന്യായപ്രമാണം ചെന്ന് കർത്താവിന് പറയാം, ചേസിന്റെ അടുത്ത് ഒരു രക്ഷയില്ല, അവന്റെ ശരീരം ഒന്നിനും കൊള്ളുകയില്ല, ഞാനിത് എങ്ങനെ നിന്റെ മുമ്പിൽ അനുസരിച്ച് കാണിപ്പിക്കും? അപ്പൊ കർത്താവ് അവനെ അനുസരിക്കാൻ പറ്റുന്ന ഒരു ശരീരം ഞാൻ തരാം അവന് പകരം. അവന്റെ ശരീരം കൊണ്ട് അത് കഴിയില്ലെങ്കിൽ അത് കഴിയുന്ന ഒരു ശരീരം, പാപജടമല്ല, പാപജടത്തിന്റെ സദൃശ്യത്തിലുള്ള, പാപത്താൽ നിയന്ത്രിക്കപ്പെടാത്ത ഒരു ശരീരം എനിക്ക് പകരം. പാപജടത്തിന്റെ സദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. ആരയച്ചു? അപ്പൊ പിതാവ് എന്താ അതിന് പരിഹാരം കണ്ടത്? എനിക്കൊരു പകരം ഒരാളെ വെക്കുക എന്നുള്ളതായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? പാപത്തിന് ജഡത്തിൽ, അവിടെ ജഡം എന്ന് പറയുന്ന കർത്താവിന്റെ ശരീരം, പാപത്തിന് ശരീരത്തിൽ. നമ്മുടെ ജഡമൊന്നും ആകാം, അതെങ്ങനെയാന്ന് ഞാൻ പിന്നെ പറയാം. പക്ഷെ അത് പറയാനുള്ള ടൈം ഉണ്ടെന്ന് എനിക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞാണല്ലോ, യേശുവിന്റെ ക്രൂശിൽ നമ്മുടെ പഴയ ജഡം മരിച്ചു എന്ന്. അപ്പൊ പാപത്തിന്റെ ശിക്ഷ എവിടെയായിരുന്നു? യേശുവിന്റെ ശരീരത്തിലാണ് വഹിച്ചത്. ഓക്കെ, ആ കൂടെ ആ ശിക്ഷാവിധി തീർന്നു. അപ്പൊ ഒന്നാമത്തെ കാര്യം അതാണ്, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അടുത്തത്, ജഡത്തെയല്ല ആത്മാവിനെ എത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ദൈവത്തിന്റെ ന്യായപ്രമാണം നിറവേറേണ്ടതിന് തന്നെ. അപ്പൊ എന്തിനാ ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത്? അവനെ അനുസരിച്ച് അവന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന്, അതാണല്ലോ കർത്താവ് വന്നെന്ന് പറയുന്നത്. ആ കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്ന് വാഴുമ്പോൾ, അനുസരിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മളിൽ ദൈവത്തിന്റെ നീതി നിറവേറും. അതെങ്ങനെയാണ് വിശ്വാസത്താൽ നിറവേറുന്നതെന്നും കൂടെ ഞാൻ പറയാം. ഓക്കെ, അതും കൂടെ പറഞ്ഞാൽ അത് ശരിയാവുള്ളൂ. അതിന് 2 സ്റ്റോറീസ് ഉണ്ട്. എന്നോട് 5 മണിക്കുള്ളിൽ നിർത്താൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിർത്തിയില്ലെങ്കിൽ ഇത്തിരി മുമ്പോട്ട് പോകാനുള്ള പെർമിഷൻ ഇന്നലെ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പൊ ഞാൻ ഇത് നിർത്തിയിട്ട് അവസാനിപ്പിക്കും. ഓക്കെ, ഇത് പകുതിയിൽ വെച്ചിട്ട് നിർത്താൻ പറ്റുന്ന കാര്യമല്ല പ്രശ്നം. ഞാൻ രക്ഷിക്കപ്പെട്ട എങ്ങനെയാന്ന് ഞാൻ പറയാം. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ക്രൈസ്റ്റ് ആസ് മൈ സബ്സ്റ്റിറ്റ്യൂട്ട്. ഇതാണ് വേദോസ് നമ്മളെ പഠിപ്പിക്കും. എനിക്ക് പകരം കർത്താവ് ജീവിക്കും. ഗലാത്യർ 2:20 പറയാണ്, ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു. ഞാനല്ല, ഞാൻ ക്രൂശിക്കപ്പെട്ടു, ഐ ഡൈഡ്. ഇന്നലെ നമ്മൾ കണ്ടില്ലേ, ഞാൻ ക്രൂശിൽ മരിച്ചു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു. അതാണ് വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന നീതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു കോടതിയുടെ മുമ്പിൽ പോയി നിൽക്കുകയാണ്. അതാണ് ശരിക്കും നീതീകരണം. കോടതിയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പം രാജാവായിട്ട്, ജഡ്ജായിട്ടും കർത്താവ് അവിടെയുണ്ട്. എനിക്കെതിരെയുള്ള കുറ്റങ്ങൾ വായിച്ചു കേൾപ്പിക്കാൻ വേണ്ടി പിശാചു എത്തിയിട്ടുണ്ട്. സാത്താനാണല്ലോ നമ്മുടെ എതിരെയുള്ള കുറ്റങ്ങൾ വായിക്കുന്നത്. അപ്പോ ഞാൻ വിചാരിക്കുകയാണ്, എന്നെ കുറിച്ച് അങ്ങനെ കുറ്റമൊന്നും പറയാൻ സാധ്യതയില്ല, കാരണം ഞാൻ ഭയങ്കര സ്വയനീതിക്കാരൻ ഒരു മനുഷ്യനായിരുന്നു, മഹാഭാവിയായിരുന്നു. നല്ലപോലെ അഭിനയിക്കാൻ അറിയാവുന്നതുകൊണ്ട് എല്ലാവരും എന്നെ ഭയങ്കര നീതിമാനാണെന്ന് എല്ലാവരും വിചാരിച്ചിരുന്നു. അങ്ങനെ ഞാൻ 10th ക്ലാസ്സിൽ നിന്ന് പാസ്സാകുമ്പോൾ എനിക്ക് ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ തന്ന സർട്ടിഫിക്കറ്റ് ഹിസ് ക്യാരക്ടർ ആൻഡ് കോണ്ടക്ട് ആർ വെരി ഗുഡ് എന്നായിരുന്നു. സാധാരണ ഗുഡ് എന്ന് എഴുതാറുള്ളൂ. സൂപ്പർ അഭിനയമായിരുന്നു. അപ്പോൾ ടീച്ചർമാർ പറയുന്ന എല്ലാം അനുസരിക്കും, പഠിക്കുന്ന കാര്യത്തിലും ഏറ്റവും നല്ല നിലവാരത്തിൽ പഠിക്കുകയും, ഞാൻ പഠിച്ച ക്ലാസ്സിൽ ഒന്നാമത് എപ്പോഴും ഫിനിഷ് ചെയ്യുകയും, മറ്റുള്ളവരെ പിള്ളേർ തെറ്റ് ചെയ്താൽ സഹിക്കാൻ പറ്റാതാവുകയും ആ നീതിയുടെ ചൂടിനാൽ റെസ്പോണ്ട് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അതിഭയങ്കര നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. ഞാൻ കർത്താവിന് മുമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പിശാച് വലിയൊരു കുറ്റം ലിസ്റ്റുമായിട്ട് വന്നിരിക്കുക.
അത് വായിക്കാണ്. ഒന്ന്, ചേസ് എന്ന് പറയുന്ന ഇവനൊരു കൊലപാതകനാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവ്, ഞാൻ ഒരു കോഴിയെ പോലും കൊന്നിട്ടില്ല. ഇവൻ എന്നെ കൊലപാതകം എന്ന് പറയുന്ന കള്ളമാണ്, ഞാൻ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. കർത്താവ് പറഞ്ഞു, നീ കൊലപാതകം ചെയ്യുന്ന കോഴിയെ കൊന്നിട്ടല്ല, സഹോദരനെ പകയ്ക്കുന്നവൻ എല്ലാം, സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാണ്. അപ്പൊ എന്റെ പ്രശ്നം, ഞാൻ നീതിമാനാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ആരെ ഇഷ്ടം, എനിക്ക് ഞാൻ നീതിമാനാന്ന് തോന്നുന്നുണ്ട് വേറെ എല്ലാം മോശമാണെന്ന് എന്റെ വിചാരം. അപ്പൊ എന്താ സംഭവിക്കുന്നറിയോ? എല്ലാരും വെറുക്കോ, ആരും ഇഷ്ടമില്ല. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഒരൊറ്റ സുഹൃത്ത് പോലും അന്നുമില്ല. കാരണം ഐ വാസ് വെരി വിൻഡിക്റ്റ്. ഞാൻ കാരണം സ്കൂളിൽ പഠിത്തം നിർത്തിപ്പോയ പിള്ളേർ, കാരണം ഈ നീതിയെ പിന്തുടർന്ന ആൾക്കാരെ പുറത്താക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ പോയി കുറ്റം കണ്ടുപിടിച്ചോണ്ട് വരും. ഇപ്പൊ ഞാൻ ഇടയ്ക്കൊക്കെ ഫേസ്ബുക്കിൽ നോക്കി, ഇവരാരും നശിച്ചു പോയോ, കർത്താവ് എന്നെ ശപിച്ചുകൊണ്ട് എവിടെയും കഴിയുവാണോ, അതോ രക്ഷപ്പെട്ടോ? പലരും രക്ഷപ്പെട്ടായിട്ട് കാണുന്നത് നമ്മുടെ ആശ്വാസം. കാരണം അത്ര ഭയങ്കര കിരാതമായ ഒരു പാസ്റ്റ് എനിക്കുണ്ടായിരുന്നു. വ്യഭിചാരം, കൊലപാതകം, എല്ലാം ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ അക്കൗണ്ടിൽ ഇതെല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ പാപിയായിട്ട് ഇങ്ങനെ ആ പാപത്തിന്റെ ഭാരം ഇങ്ങനെ വരുവാ, ഞാൻ തകർന്നോണ്ടിരിക്കുക. ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് കേട്ടോ, 94-ലാണ്. അപ്പൊ അവസാനം പിശാച് പറയാണ്, ഇവനൊരു വിഗ്രഹാരാധിയാണ്. ഞാൻ പറഞ്ഞത് അത് മാത്രം ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഓർത്തഡോക്സുകാരനായിട്ട് ജനിച്ചെങ്കിലും 15 കഴിഞ്ഞപ്പം ഞാൻ ഇത് വിഗ്രഹമാണെന്ന് മനസ്സിലാക്കി അതിനോടെല്ലാം ബൈ പറഞ്ഞ് ഇറങ്ങിയതാണ്. അതിൽ പിന്നെ ഒരിക്കലും ഞാൻ ഓർത്തഡോക്സ് ചർച്ചിൽ കയറിയിട്ടില്ല. ഞങ്ങളുടെ കസിൻസിന്റെ കല്യാണത്തിന് പോലും ഞാൻ വെളിയിൽ നിന്നിട്ടേ ഉള്ളൂ. ഞാൻ ഒരിക്കലും വിഗ്രഹങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കർത്താവ് പറഞ്ഞു, അതല്ല നിന്റെ വിഗ്രഹം, നീ തന്നെയാണ്. ആൾക്കാരെല്ലാം പൂഴ്ത്തി പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? നല്ലത് പറയുമ്പോൾ രസം തോന്നുന്നില്ലേ? അത് നിന്റെ വിഗ്രഹത്തെ മറ്റുള്ളവർ വണങ്ങാൻ നീ പ്രേരിപ്പിക്കുന്നതാണ്. അത് നീ ഒത്തിരി നിന്നെ തന്നെ ആരാധിക്കുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. സോ യു ആർ യുവർ ബിഗസ്റ്റ് ഐഡൽ. ആരും നിന്റെ ദോഷം പറയരുത്, ആരും നിന്നെ മോശമാക്കി കാണരുത്. തകർന്നു, തീർന്നു, ഒന്നും പുകഴാനില്ല. എനിക്കപ്പം മനസ്സിലായി, ദൈവത്തിന് മുമ്പിൽ അകപ്പെട്ടാൽ നമ്മൾ തീർന്നതാണ്, ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. ഞാൻ അലറി കരഞ്ഞു, നിലവിളിച്ചു, എന്റെ കർത്താവേ, എന്നെ നീ നരകത്തിലേക്ക് വിട്ടേക്ക്, എന്റെ മുമ്പിൽ നിന്ന് നീ മാറ്, എനിക്ക് നിന്റെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല. ഐ ആം cursed, throw me into hell and move to another person. ഞാൻ അലറി കരഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ആ കരച്ചിൽ ഇപ്പോഴും ഒരു വിങ്ങലായിട്ട് എൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കും. ഞാൻ ചോദിച്ചത് എങ്ങനെ സാധിക്കും നീതിമാനായ നിനക്ക്? ഞാൻ ആരെയും വെറുതെ വിട്ടിട്ടില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പുത്രൻ മിണ്ടാതിരുന്നത് നിന്നെ ഓർത്തിട്ടാണ്. അവന് സുഖമായിട്ട് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അവൻ വിചാരിച്ചു, ഞാൻ രക്ഷപ്പെട്ടാൽ ചേസ് ഒരു ദിവസം നശിക്കും, അതുകൊണ്ട് അവന്റെ പാപത്തിന് വേണ്ടി ഞാൻ മരിച്ചേക്കാമെന്ന് എന്റെ പുത്രൻ അന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് നീ ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു, കർത്താവേ സ്തോത്രം. 27 വർഷമായിട്ടും ഞാൻ ഒരൊറ്റ വിഷയത്തിന് വേണ്ടിയാണ് കർത്താവിന് നന്ദി പറയുന്നത്. ഇന്നലെ നടത്തിയില്ലാതിന് ഞാൻ കർത്താവിൻ്റെ അടുത്ത് പോയാൽ, കഴിഞ്ഞ ആഴ്ച നടത്തി, കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച നടത്തി ശരിയാ. പക്ഷെ നമ്മൾ മറന്നു പോകരുതാത്തൊരു കാര്യമുണ്ട്, നമ്മുടെ പാപങ്ങളുടെ ശുദ്ധീകരണം. അതിനുവേണ്ടി കർത്താവ് കൊടുത്ത വില, അതാണ് ശരിക്കും നമ്മൾ എപ്പോഴും അവനോട് നന്ദിയുള്ളവരായിരിക്കേണ്ടത്. അവൻ നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്നു. അപ്പൊ ഞാൻ നന്ദി കർത്താവേ സ്തോത്രം എന്ന് പറഞ്ഞ കർത്താവ് ഒരു കാര്യം ഉണ്ട്, അവൻ എൻ്റെ നെറ്റിയിൽ നീതിമാനെന്ന് എഴുതി. എന്നുവെച്ചാൽ എന്ത് കാര്യത്താൽ? കർത്താവ് പറഞ്ഞു, നിന്റെ നീതി അല്ല, അത് തീർന്നു, അതെല്ലാം ശാപം നിനക്ക് മനസ്സിലായല്ലോ. ഇത് പുത്രന്റെ നീതിയാണ്. അവൻ അനുസരിച്ച് പൂർത്തിയാക്കിയ നീതി വസ്ത്രം അവന് പ്രയോജനപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അവൻ എന്റെ പാപം വെക്കുമായിരുന്നു. അത് നിനക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് അവൻ മരിച്ചത്. അതുകൊണ്ട് അവന്റെ നീതി വസ്ത്രം നിനക്കുണ്ട്, ഇനി ഇത് ഇട്ടുകൊണ്ട് വേണം നീ ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ, ഇനി ജീവിക്കുന്ന നീയല്ല, ക്രിസ്തുവാണ്, പകരക്കാരനാണ്, സബ്സ്റ്റിറ്റ്യൂട്ട്. ഇതാണ് യേശു എനിക്ക് പകരക്കാരനായി വരുമ്പോൾ സംഭവിക്കുന്നത്. ഹി ഈസ് മൈ സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു പകരക്കാരനുണ്ട്. കർത്താവ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്, ഷുവറാണ്, തീർച്ചയായിട്ടും സംസാരിച്ചിട്ടുണ്ട്. ഉണ്ടാവാതിരിക്കില്ല. കാരണം ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എൻ്റെ കയ്യിൽ ഈ ബൈബിള് മാത്രമല്ല, ഇന്നത്തെ ഒരു അണ്ടർലൈൻ പോലും ഇല്ല, ഒരു പേന എൻ്റെ കയ്യിലില്ല. ഡയറി നോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാൻ പേന ഉപയോഗിക്കുന്നത്.
ഡയറിയിൽ ഈ പ്രോഗ്രാംസ് നോട്ട് ചെയ്യാൻ വേണ്ടി. എൻ്റെ ഒറ്റ ആഗ്രഹമുള്ളൂ, ഞാൻ പ്ലാൻ ചെയ്തൊന്നും അല്ല നിങ്ങൾ കേൾക്കേണ്ടതെങ്കിൽ ദൈവം എന്താണോ പ്ലാൻ ചെയ്യുന്നത് അതിലേക്ക് നിങ്ങളെ എത്തിക്കുവാൻ ദൈവത്തിന് കരുണ ഉണ്ടാവണം. അപ്പൊ തീർച്ചയായിട്ടും ചേസ് എന്ന് പറയുന്നവൻ ഒന്നും അല്ലെങ്കിലും നിങ്ങൾക്ക് കർത്താവ് എന്ത് തരാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ എനിക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഞാനല്ല എന്ന് ഞാൻ ക്രൂശിലാവുമ്പോൾ അവന്റെ ജീവനാ വരുന്നത്. വീട്ടിൽ ചെന്നാലും ഇങ്ങനെ തന്നെയാ. നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ഞാൻ മരിച്ചാൽ പിന്നെ കർത്താവ് എനിക്ക് പകരക്കാരനാണ്. അപ്പൊ ഈ ഒരു കർത്താവ് നമ്മുടെ ഉള്ളിൽ ജീവിക്കുമ്പോഴാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നത്? വിശ്വാസത്താൽ നമ്മൾ ഈ നീതിയുടെ തലത്തിലേക്ക് പോകുന്നത്. അതും പ്രവൃത്തികളാലല്ല. അതെങ്ങനെയാണെന്നും കൂടെ വിശദീകരിച്ചിട്ട് നമ്മൾ ഇത് ക്ലോസ് ചെയ്യും. അതെപ്പോ തീർന്നാലും ക്ലോസ് ചെയ്യും. ഓക്കെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പിക്ചർ വരയ്ക്കാൻ പോവാണ്. നിങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒന്ന് എനേബിൾ ചെയ്യാമോ? അല്ലെങ്കിൽ കോ ഹോസ്റ്റോ എന്തെങ്കിലും ആക്കിയാലും മതി. ഒരു മിനിറ്റ് നേരത്തേക്ക് ഷെയർ ചെയ്യാനുള്ള ഒന്ന് എനേബിൾ ചെയ്താൽ മതി. ഷെയർ സ്ക്രീൻ. അല്ലെങ്കിൽ ഹോസ്റ്റ് ആക്കി മാറ്റിയാലും മതി. അല്ല, എനിവൺ ക്യാൻ ഷെയർ എന്ന ഓപ്ഷൻ മാറ്റിയാൽ മതി. ഷെയർ സ്ക്രീനിന്റെ അവിടെ അതിന് താഴെ ചെറിയൊരു ഓക്കെ. താങ്ക് യു. ഓക്കെ, ഓക്കെ. അപ്പോൾ ഞാൻ ഇപ്പൊ ഒരു പിക്ചർ ഇവിടെ വരയ്ക്കാൻ പോണേ. കാണുന്നുണ്ടോ? യെസ്. ഇത്രയും മതി. ഓക്കെ, ഇത് നമ്മളൊരു ടാർഗറ്റ് ബോർഡ് എന്ന് വിചാരിക്കാം. ഓക്കെ, വിശ്വാസത്താലുള്ള നീതിയെ കുറിച്ച് ഞാൻ പറയുന്നത് കേട്ടോ. ടാർഗറ്റ് ബോർഡ്. അപ്പൊ നമുക്ക് ഈ സെൻട്രൽ പോയിന്റ് കൊള്ളിക്കുമ്പോഴാണ് നമ്മൾ ജയിക്കുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ നമ്മൾ പ്രവർത്തിക്കാൻ പോവാ. യേശുക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ അവൻ ചെയ്ത എല്ലാ പ്രവൃത്തികളും ടാർഗറ്റിലായിരുന്നു. ഒരെണ്ണം പോലും തെറ്റിപ്പോയിട്ടില്ല. ഈ ടാർഗറ്റിന് തെറ്റുന്നതിനാണ് നമ്മൾ പാപം എന്ന് പറയുന്നത്. ഹമാർത്തിയ, മിസ്സിംഗ് ദ മാർക്ക് എന്നാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം. അപ്പൊ യേശുക്രിസ്തു ചെയ്യുന്ന പോലെയാണ് നമ്മൾ എല്ലാം ചെയ്യുന്നതെങ്കിൽ അത് പെർഫെക്റ്റ് ആണ്, പാപമില്ല. എന്നാൽ കർത്താവ് ചെയ്യുന്ന പോലെ അല്ല നമ്മൾ ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ അത് പാപമാണ്. അതാണ് പാപത്തിന് ഭയങ്കര സ്ട്രിക്റ്റ് ഡെഫിനേഷനാണ്. അപ്പൊ നമുക്ക് ലഭിക്കാൻ പോകുന്ന നീതി ആരുടെ നീതിയാ? ക്രിസ്തുവിന്റെ നീതിയാ, അല്ലെ? നമ്മൾ എന്തെങ്കിലും ചെയ്ത് ഒപ്പിക്കുന്നതല്ല. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മുടെ ലക്ഷ്യം ക്രിസ്തു എങ്ങനെ ചെയ്തോ അതുപോലെ ചെയ്യണം. പ്രാർത്ഥിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ആളുകളുടെ പെരുമാറുമ്പോഴെല്ലാം നമ്മുടെ നീതി ആരാണ്? ക്രിസ്തുവാണ്. അതിൽ താഴെയുള്ള ഒന്നും ദൈവത്തിന് അനുവാദമല്ല, പ്രസാദമല്ല, ദൈവം അനുവദിക്കുന്നില്ല, പ്രയോജനമില്ല. മനുഷ്യന്റെ നീതി പ്രവൃത്തികൾ കറപുരണ്ട തുണി പോലെയാണ്. ദൈവത്തിന്റെ നീതിയാണ് സുവിശേഷത്തിലൂടെ വെളിപ്പെട്ടു വന്നിരിക്കുന്നത്. ക്രിസ്തുവാണ് അത് വെളിപ്പെടുത്തിയത്. അപ്പൊ ക്രിസ്തുവിൽ കുറഞ്ഞതൊന്നും ദൈവത്തിന് സ്വീകാര്യമല്ല. ഓക്കെ, അപ്പൊ അത് പ്രവൃത്തിയാലല്ല, വിശ്വാസത്താലാണ്. മനുഷ്യന്റെ നീതിയാണെങ്കിൽ പ്രവൃത്തിയാൽ വരുമായിരുന്നു. പക്ഷെ ക്രിസ്തുവിന്റെ നീതി ആയതുകൊണ്ട് അത് പ്രവൃത്തിയാലല്ല വരുന്നത്, വിശ്വാസത്താലാണ് വരുന്നത്. നോക്കാം. എന്റെ കയ്യിൽ 1000 പ്രവൃത്തികളാണ് ദൈവം എന്റെ ജീവിതത്തിൽ വെച്ചിരിക്കുന്നത് വിചാരിച്ചു. എക്സാമ്പിൾ. ഓക്കെ, ഞാനപ്പം എന്റെ ജീവിതകാലത്ത് 1000 ആരോസ് ഞാൻ എറിയാണ്. ഒരു 100 മീറ്റർ അല്ല 50 മീറ്റർ ദൂരെ നിന്ന് ഞാൻ ആരോ എറിയുവാണ്. എവിടെ കൊള്ളണം? കൃത്യ സെൻട്രൽ കൊള്ളണം. നിങ്ങളൊന്ന് ആലോചിക്കുക. റൂമിന്റെ ഒരു മൂലയ്ക്ക് നിന്നുകൊണ്ട്, ഒരു ലോങ് റൂമിന്റെ മൂലയ്ക്ക് നിന്നുകൊണ്ട് മറ്റേ മൂലയിൽ വെച്ചിരിക്കുന്ന ടാർഗറ്റ് ബോർഡിന്റെ നടുക്കുള്ള ഒരു പൊട്ട് പോലെയുള്ള ഒരു റെഡ് സ്പോട്ടിൽ നിങ്ങൾ അത് കൊള്ളിക്കുന്ന ആലോചിച്ച് നോക്കി. ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്, അല്ലെ? നമ്മൾ എറിഞ്ഞ് എന്ത് സംഭവിക്കുന്നറിയോ?
കുറെ കഴിഞ്ഞപ്പം ഇതാ ഒരെണ്ണം ഇവിടെ വന്ന് കൊണ്ടു. കാണുന്നുണ്ടോ? അടുത്ത ഇവിടെ കൊണ്ട് ഇങ്ങനെ കൊണ്ട് നമ്മൾ ഇങ്ങനെ 1000 ഇത് അങ്ങനെ പല പ്രവൃത്തികളുണ്ട്. ചിലതൊക്കെ അങ്ങ് ഒത്തിരി ഓഫായി പോയി. നമ്മൾ ചൂടായി ദേഷ്യപ്പെട്ടുകൊണ്ട് വർത്തമാനം പറഞ്ഞപ്പോൾ കർത്താവിന് ഒത്തിരി ദൂരമായി പോയി. ഇങ്ങനെ പലയിടത്ത് കൊണ്ട് അവസാനം 998 വന്നപ്പോ പറഞ്ഞു ഇവിടെ കൊണ്ടു പോയി. നമ്മുടെ കർത്താവിന്റെ അടുത്തെത്തി. അടുത്ത് ഇവിടെ കൊണ്ടു. ഞാൻ തട്ടിപ്പോയി. ഏതായാലും യേശുക്രിസ്തുവിനെ പോലെ ഒന്നും ചെയ്തില്ല, മരിച്ചുപോയി. ഞാൻ സ്വർഗത്തിൽ ചെന്നു. സ്വർഗത്തിൽ ചെന്നപ്പം കർത്താവ് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു മോനെ ജീവിതം? ഞാൻ പറഞ്ഞു, കർത്താവെ, ഇനി എന്നെ നീ നരകത്തിലോട്ട് ഇട്ടാലും നിന്റെ കുറ്റമല്ല. കാരണം ഞാൻ ചെയ്തൊന്നും ശരിയായിട്ടില്ല, യേശുവിനെ പോലെ ആയിട്ടില്ല, ഞാൻ പാപിയാണ്, എല്ലാം ലക്ഷ്യം തെറ്റിയല്ലോ. അപ്പൊ കർത്താവ് പറയും, നിന്റെ പ്രവൃത്തി നോക്കിയാൽ നിന്നെ ഇപ്പൊ തന്നെ നരകത്തിൽ വിടുന്നതാണ്. പക്ഷെ ഞാൻ നിന്റെ പ്രവൃത്തി അല്ല നോക്കിയത്. ഞാൻ നോക്കിയത് നീ എങ്ങോട്ടാണ് ഉന്നം വെച്ചുകൊണ്ടിരുന്നതെന്നാണ്. കേട്ടോ? മനസ്സിലായി ഞാൻ പറഞ്ഞ? ഉന്നം എങ്ങോട്ടാ നോക്കിക്കൊണ്ടിരുന്നേ? അപ്പൊ വേറൊരുത്തം പറയാം, ഞാൻ ആ ചേസ് പാസ്റ്ററെയാണ് ഉന്നം വെച്ചത്. അപ്പൊ ചേസ് പാസ്റ്ററെ ഗ്രാഫ് ഇത്. അപ്പൊ ഒരിക്കൽ പോലും ക്രിസ്തുവിന് ഉന്നം വെച്ചിട്ടില്ല. നീതിയെല്ലാം പൊളിഞ്ഞു. ഒരു മനുഷ്യന് ഉന്നം വെച്ചാൽ നീതി എല്ലാം പൊളിഞ്ഞു. കാരണം ഉന്നം ക്രിസ്തു, ഞാനല്ല ക്രിസ്തു അത്ര ജീവിക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് വരുന്നുള്ളൂ? ആ ഫെയ്ത്ത് കറക്റ്റ് ആവുന്നുള്ളൂ. അപ്പോൾ പതുക്കെ നമ്മൾ ക്രിസ്തുവിന് അടുത്തേക്ക് വരും. പെർഫെക്റ്റ് ആവുന്നതിന് മുമ്പ് നമ്മൾ മരിച്ചാലും പ്രവൃത്തികളാൽ കൗണ്ട് ചെയ്താൽ നമ്മളെല്ലാം പോക്കാണ്. പക്ഷെ വിശ്വാസത്താൽ കൗണ്ട് ചെയ്യുമ്പോൾ വി ആർ ഇൻ. ഇപ്പൊ എത്ര മാർക്ക് കിട്ടുമായിരിക്കും ക്രിസ്തു എനിക്ക് പകരക്കാരനായിട്ടുണ്ടെങ്കിൽ? ഞാൻ വെറും പൊട്ടനായാലും കർത്താവ് എനിക്ക് പകരക്കാരനാണെങ്കിൽ, അപ്പൊ ഞാനിപ്പോ നിങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എനിക്ക് തരുന്ന പ്രതിഫലം എന്തിന്റെ പ്രതിഫലം? ഞാനല്ല ക്രിസ്തു അത്രയെന്ന് പറയുന്നത് കൊണ്ട് അവൻ പ്രസംഗിക്കുമായിരുന്നെങ്കിൽ കിട്ടുമായിരുന്ന മാർക്കാണ് എനിക്ക് എന്റെ അക്കൗണ്ടിൽ വീഴുന്നത്. അവന്റെ നീതി എന്റെ അക്കൗണ്ടിൽ കണക്കിടുന്ന വിശ്വാസത്താൽ. അപ്പൊ കർത്താവ്, ഒത്തിരി നാളായി എന്റെ ജീവിതം ഇത്രയായി, ഇനിയിപ്പോ എന്ത് ചെയ്യാനാന്ന് വിചാരിച്ചാലും വിഷമിക്കണ്ട. രാവിലെ 10 മണി തൊട്ട് പണിയുന്നവനും 5 മണി തൊട്ട് പണിയുന്നവനല്ല, ഒരേ കൂലിയാണ്. അതുകൊണ്ട് ഇന്നും നമ്മുടെ വിളിയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കുവാൻ ക്രിസ്തുവിന്റെ അതേ നീതിയുടെ പെർഫെക്ഷനിൽ എത്തുവാൻ നമുക്ക് എന്ത് മാത്രം മതി? ഫെയ്ത്ത് മാത്രം മതി. നിങ്ങൾ ആലോചിക്കുക, ഫെയ്ത്തിനാലുള്ള നീതി മറ്റെല്ലാ നീതിയേക്കാളും മുകളിലല്ലേ? ഒരു മനുഷ്യൻ പ്രവർത്തിച്ചതുണ്ടോ? ഇതൊക്കെ ഒരു മനുഷ്യന്റെ റിയൽ ഇതാ. ഇത് നോക്കി ഒരാൾ അനുഗമിക്കുക എവിടെ ചെല്ലും? എവിടെയെങ്കിലും ചെന്ന് ചാടും. പക്ഷെ ക്രിസ്തുവിനെ അനുകരിച്ചാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ നിങ്ങൾ എന്നെ അനുകരിക്കാൻ. അതായത് പൗലോസ് എങ്ങനെ ഉന്നം വെക്കുന്നോ അതേ ഉന്നം വെക്കുമെന്ന. അപ്പോൾ ഇങ്ങനെ നമുക്ക് വിശ്വാസത്താൽ ഒരു നീതീകരണം വെച്ചിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് പിതാവിന് മുമ്പിൽ സമാധാനമുള്ളത്. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എന്താ പറയുന്നത്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ഇപ്പോൾ നമുക്ക് അവൻ മുഖാന്തരം പിതാവിനോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് വിശ്വാസത്താൽ അവൻ മുഖാന്തരം പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു വിശ്വാസമായോ? നമ്മൾ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കുമെന്നും കർത്താവ് നമ്മളെ കൈവിടുകയില്ലെന്നും നമ്മൾ നശിച്ചു പോവുകയില്ലെന്നും ഇത്രയും കഠിനമായിട്ട് ഞാൻ പറഞ്ഞു തുടങ്ങിയെങ്കിലും ഇത് നമ്മുടെ വിശ്വാസത്താൽ ദൈവം നമുക്ക് വെച്ചിരിക്കുന്നതാണ്, നമ്മുടെ അവകാശമാണെന്നും ക്രിസ്തു നമുക്ക് പകരക്കാരനായി നമുക്ക് ഉണ്ടെന്നും വിശ്വാസത്താൽ ഇത് നമുക്ക് ദൂരെ അല്ലെന്നും നിങ്ങൾക്ക് ഉറപ്പായോ? ഉറപ്പായെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് ആ സമാധാനം നൽകുമാറാകട്ടെ.